സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. ലാൽസാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ആരാധനയുള്ളതാണ്. വലിയൊരു ആദരവ് കേരളത്തിൽ കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ ധാരാളം സിനിമ കാണുമായിരുന്നു. എനിക്ക് സിനിമ ശരിക്കും പറഞ്ഞാൽ ഭ്രാന്തായിരുന്നു ഒരു കാലത്ത്. ഷാജി എൻ കരുൺ അദ്ദേഹത്തിന് ഒരു സ്മാരകം തിരുവനന്തപുരത്ത് നിർമ്മിക്കാൻ സർക്കാർ ആലോചിക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊരു സ്മാരകം കേരളത്തിൽ ഉണ്ടാകാനുള്ള ഇടപെടൽ ഞങ്ങൾ നടന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ അലമാരയെ വെച്ച് പൂട്ടിയെന്നൊരു വിമർശനമുണ്ട്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളാണ് നമ്മൾ സത്യത്തിൽ ഈ ഫിലിം പോളിസിയിലേക്ക് വരുന്നത്. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ അതിൽ ഗവൺമെന്റിന്റെ ഒരു റോൾ വിട്ടുവീഴ്ച ഉണ്ടാകത്തില്ല. ഒരു പരാതി ഉയർന്നു വന്നാൽ ആ പരാതിക്ക് അടിസ്ഥാനമുണ്ടെങ്കിൽ പിന്നെ ആ സിനിമ ഉണ്ടാകില്ല. ബഹുമാന്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യസന്ധൻ ചതിയും വഞ്ചനയും എൻ്റെ എക്സ്പീരിയൻസ് 26 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിൽ 3ാം ഗവൺമെൻറ് നടത്തി. എൻ്റെ മരണം അത് ഞാൻ കൃത്യമായി അതിൻ്റെ മരണാനന്തര ചടങ്ങുകൾ എങ്ങനെ നടത്തുന്നത് ചോദിച്ചിട്ടുണ്ട്. സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക സിനിമാ വകുപ്പ് മന്ത്രി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ ശ്രീ സജി ചെറിയാനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ സജി ചെറിയാൻ. മലയാളത്തിനാകെ അഭിമാനിക്കാവുന്ന ഒരു വലിയ അംഗീകാരമാണ് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയിൽ നിന്ന് നമ്മുടെ പ്രിയങ്കരനായ നടൻ മോഹൻലാൽ ഏറ്റുവാങ്ങിയത്. പ്രത്യേകിച്ച് രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരം. സിനിമാ മന്ത്രി എന്നുള്ള നിലയിൽ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ വലിയ അഭിമാനം തോന്നിയത് കാരണം അർഹതയ്ക്കുള്ള അംഗീകാരമാണ്. ലാൽസാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ആരാധനയുള്ളതാണ് ചെറുപ്പം മുതലേ. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമയും എവിടെ ഇറങ്ങിയാലും ഞാൻ പോയി കാണുമായിരുന്നു ഒരു കാലത്ത്. പിന്നെ സമയക്കുറവുകൊണ്ടൊക്കെയാണ് പിന്നെ കാഴ്ച കുറഞ്ഞത്. ഒരു അനശ്വര നടന അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ലാൽസാറിൻ്റെ. അപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഈ അഭിനയം വരുന്നത്? അതിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇതൊരു മനുഷ്യനാൽ നിർമ്മിതമല്ലല്ലോ, ഒരു ശക്തിയാൽ നിർമ്മിതമായ ഒരു 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 കരുത്താണ് ആ സമയത്ത്. അതുവരെ ഇരിക്കുന്ന മാനസികാവസ്ഥയല്ല അഭിനയത്തിലേക്ക് വരുമ്പോൾ അത് പിന്നെ അങ്ങ് ഒഴുകി വരികയാണ്. അത് എന്തോ ഒരു ശക്തി എന്നിൽ പ്രവർത്തിക്കുന്നതായിരിക്കാം എന്ന് നല്ല മറുപടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അതിന് അത്രമാത്രം കഥാപാത്രങ്ങളെ അങ്ങ് ഹൃദയത്തിൽ അങ്ങ് എഴുതി ചേരും. അത് നമുക്ക് ഒരു ഫ്ലോപ്പും ഇല്ലാത്ത അഭിനയം. അതാണ് ഒരു ചെറിയ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഫ്ലോപ്പ് പോലും ഇല്ലാത്ത അഭിനയം. അദ്ദേഹം ജീവിക്കുക അതിനകത്ത്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായ ഒരു പുരസ്കാരം ലഭിക്കുമെന്ന് പറയുമ്പോൾ അതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതിന് പ്രധാന കാരണം അത് കേരളത്തിന് ലഭിച്ച, അദ്ദേഹം വളരെ സിമ്പിളായിട്ടാണ് അത് എൻ്റെ നാടിന് ലഭിച്ച, ഈ കേരളത്തിന് ലഭിച്ച, മലയാള സിനിമയ്ക്ക് ലഭിച്ച ഒരു അംഗീകാരമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കേരളം അദ്ദേഹത്തെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. വലിയൊരു ആദരവ് കേരളത്തിൽ കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഗവൺമെൻറ് നേതൃത്വത്തിൽ ഒരു ആദരവ് കൊടുക്കണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അദ്ദേഹത്തോട് സമയം ഞാൻ ചോദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടി രണ്ടുപേരുടെ സമയം സംയോജിപ്പിച്ചെടുത്ത് ഒരു നല്ല പരിപാടി ഇതിൻ്റെ ഭാഗമായി നടത്തി കേരളത്തിൻ്റെ ഒരു അഭിനന്ദനം, അതിന് അർഹതപ്പെട്ട ആളായതുകൊണ്ട് കേരളത്തിൻ്റെ ഒരു അഭിനന്ദനം. കാരണം അടൂർ സാറിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പുരസ്കാരം കേരളത്തിൽ വരുന്നത്. അപ്പോൾ അതൊരു ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. എത്രയോ ആയിരക്കണക്കിന് ആർട്ടിസ്റ്റുകൾ കേരളത്തിൽ പ്രവർത്തിച്ചു. എത്രയോ നടന്മാർക്ക് തന്നെ ഇന്ത്യയിൽ വളരെ കുറച്ച് നടന്മാർക്ക് ലഭിച്ചുള്ളൂ. എത്രയോ വലിയ പ്രഗത്ഭന്മാർ ഈ മേഖല പ്രവർത്തിച്ചു. ആർക്കും ലഭിക്കാതെ പോയ വലിയൊരു അംഗീകാരം, അർഹതക്കുള്ള അംഗീകാരമാണ് എങ്കിൽ പോലും അതൊരു വലിയൊരു കേരളത്തിന് കിട്ടിയ ഒരു വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ. അപ്പോൾ കേരളത്തിൻ്റെ അഭിനന്ദനം ശ്രീ മോഹൻലാലിന് തിരുവനന്തപുരത്ത് വെച്ചായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഞാനും ഞങ്ങളെല്ലാം ടെലിഫോണിക്കലി വിളിച്ച് അദ്ദേഹത്തെ അഭിനന്ദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് ആദരവ് തരാൻ ആഗ്രഹമുണ്ട്, അങ്ങ് അതിനൊരു സമയം അനുവദിച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അദ്ദേഹം അതിന് സമയം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ തന്നാൽ അത് വലിയൊരു കേരളത്തിൻ്റെ ഒരു അഭിനന്ദനം, ഒരു ആദരവ് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സാംസ്കാരിക കേരളം ഉണർന്നെഴുന്നേറ്റൊരു അനുമോദന ചടങ്ങായിട്ട് അത് നടത്തും. ഈ സിനിമ കാണാൻ പോകാനുള്ള ഒരു സമയം ഇപ്പം മന്ത്രിയായ ശേഷമാണോ ഇല്ലാതായത്, അതോ നേരത്തെ വളരെ നല്ല രീതിയിൽ കാണാറുണ്ടായിരുന്നു? ഞാൻ ധാരാളം സിനിമ കാണുമായിരുന്നു. എനിക്ക് സിനിമ ശരിക്കും പറഞ്ഞാൽ ഭ്രാന്തായിരുന്നു ഒരു കാലത്ത്. പിന്നെ ഞാൻ ഈ പാർട്ടിയിൽ അങ്ങ് ഫുൾ ടൈമായി കഴിഞ്ഞപ്പോഴത്തെ ഹോൾ ടൈം പ്രവർത്തനം. പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ പിന്നെ എവിടെ വരെയും പോകും, അതിൻ്റെ ഏതറ്റം വരെയും പോയി നടത്തിയെടുക്കാൻ വേണ്ടി കൂടും. ഞാൻ അങ്ങനെ കഠിനാധ്വാനം ചെയ്യും. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആയതൊക്കെ അതുകൊണ്ടായിരിക്കാം. അപ്പം അന്നേരം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മൾ നോക്കാറില്ല, അങ്ങോട്ട് പോവുക. അങ്ങനെ വന്ന് എനിക്കിത് കാണാനുള്ള സമയക്കുറവായിപ്പോയി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ മനസ്സ് അതിൽ നിന്ന് മാറി. ഇപ്പോൾ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഷാജി എൻ കരുൺ ഇപ്പോൾ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്നു ഒടുവിൽ. അദ്ദേഹം ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു വലിയ അഭിമാനം ഉയർത്തിയിട്ടുള്ളൊരു സംവിധായകൻ.
KSFDCക്ക് മുമ്പ് ചലച്ചിത്ര അക്കാദമി രൂപം കൊണ്ടുമ്പം പ്രാരംഭ ചെയർമാനായിരുന്നു. അതുപോലെ തന്നെ അന്തർദേശീയ അംഗീകാരങ്ങൾ വാരിക്കൂട്ടിയ ആളാണ്. ഇപ്പോൾ സിനിമാ നയം രൂപീകരിക്കുന്നതിലും അദ്ദേഹത്തിൻ്റെതായ വലിയ സംഭാവനകളുണ്ടായിരുന്നു. അന്നേരം അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ ഏതാനും മാസങ്ങളായി. അദ്ദേഹത്തിന് ഒരു സ്മാരകം തിരുവനന്തപുരത്ത് നിർമ്മിക്കാൻ സർക്കാർ ആലോചിക്കൂ? ഞാൻ ഈ ഷാജി സാറിനെ പറ്റി പറയുന്നത് എനിക്ക് അഭിമാനമാണ്. കാരണം മലയാള സിനിമയ്ക്ക് ഇത്രയും സംഭാവന ചെയ്ത മറ്റൊരു വ്യക്തി ഉണ്ടെന്ന് പറയാൻ കിട്ടില്ല. അത്ര വലിയ സംഭാവന ചെയ്ത നമ്മുടെ KSFDC, നമ്മുടെ ചലച്ചിത്ര അക്കാദമി, ഇതിൻ്റെ എല്ലാം രൂപീകരണം, വളർച്ച. ഇപ്പോൾ പിന്നെ നമ്മുടെ KSFDCയുടെ കീഴിലുള്ള ചിത്രാഞ്ജലിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക, ചലച്ചിത്ര നയം രൂപീകരണത്തിൻ്റെ മുഖ്യ സംഘാടകൻ, ഒരു വലിയ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നൊരു മനുഷ്യൻ, ഒരു റിയൽ കമ്മ്യൂണിസ്റ്റ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊരു സ്മാരകം കേരളത്തിൽ ഉണ്ടാകാനുള്ള ഇടപെടൽ ഞങ്ങൾ നടത്തും. അദ്ദേഹത്തെ എന്നും ഓർമ്മപ്പെടുത്താൻ കഴിയുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞങ്ങളുടെ ആലോചനകളുണ്ട്. അതുപോലെ IFFKയും പുള്ളിയുടെ ഒരു സൃഷ്ടിയായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അവാർഡോ അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ അതല്ല, എന്നും ഷാജി സാറിനെ ഓർമ്മിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പുരസ്കാരമോ അവാർഡുകളോ അല്ലെങ്കിൽ സ്ഥായിയായ പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള എന്തെങ്കിലും സ്ഥാപനങ്ങളോ സംവിധാനങ്ങളോ അത് ഞങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. ഇനി അത് മുഖ്യമന്ത്രിയുമായിട്ടും ധനമന്ത്രിയുമായിട്ടും ചർച്ച ചെയ്യണം. തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ അതിനൊരു പ്രഖ്യാപനവും ഒരു തുടക്കവും ഞങ്ങൾ കുറിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ചലച്ചിത്ര നയം ഇപ്പോൾ അതിൻ്റെ കോൺക്ലേവ് എല്ലാം കഴിഞ്ഞ ഒരു നയമായി. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണ്? അതിൻ്റെ ഡ്രാഫ്റ്റായി ഈ ഒരു 5-ാം തീയതിക്കുള്ളിൽ, വരുന്ന മാസം 5-ാം തീയതിക്കുള്ളിൽ അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ആവും. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നു. അത് നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. സത്യത്തിൽ ഈ നമ്മളൊരു കോൺക്ലേവ് നടത്തിയപ്പോൾ നമുക്ക് ഇത് പലരും വിജയിക്കത്തില്ല, ഞങ്ങൾ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ എല്ലാവരും വന്നു സഹകരിച്ചു. വലിയ അഭൂതപൂർവമായ ഒരു പിന്നെ ഇതിലേക്ക് അതൊക്കെ മാറി. നല്ല വിജയമായിരുന്നു, നല്ല ഗംഭീര വിജയമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മാറ്റർ നമ്മൾ തയ്യാറാക്കിയ കരട് പിന്നെ വെബ്സൈറ്റിൽ കൊടുത്തു. ആയിരക്കണക്കിന് ആളുകളാണ് പുതിയ നിർദ്ദേശങ്ങളുമായിട്ട് അത് ഒഴുകുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് വലിയൊരു ഡ്രാഫ്റ്റായി. ഇനിയും നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഈ കോൺക്ലേവിൽ വന്നവരും വരാത്തവരുമായ ഓരോ മേഖലകളിൽപ്പെട്ടവരുണ്ട്. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ്, അല്ലെ ആക്ടേഴ്സ്, അല്ലെങ്കിൽ സംവിധാനം ചെയ്യുന്നവർ, ഇങ്ങനെ വിവിധ മേഖലകൾ, വിവിധ സംഘടനകൾ, ഇവരുമായിട്ടെല്ലാം ഇനി മന്ത്രിതല ചർച്ച നടത്തും. ആദ്യത്തെ ഷാജി സാറിൻ്റെ നേതൃത്വത്തിലാണ് ചർച്ച. അത് കഴിഞ്ഞ് ഡ്രാഫ്റ്റ് നമ്മൾ പറഞ്ഞു. മന്ത്രിതല ചർച്ച ആരും വന്നിട്ടില്ല. ഇനി ഈ ഡ്രാഫ്റ്റ് വെച്ച് മന്ത്രിതലത്തിലുള്ള ചർച്ചയുണ്ട്. ഞാൻ അതിനുവേണ്ടി ഒരു 10-15 ദിവസം മാറ്റും. അടുത്ത മാസം രാത്രിയിലായാലും പകലായാലും മാറ്റിയിട്ട് ഞാനിപ്പം ഈ പിന്നെ വനിതാ സംഘടനയുണ്ട്, അമ്മയുണ്ട്, ഇവരോടെല്ലാം ചർച്ച ചെയ്യും. ഒരാളിനെ മാറ്റി നിർത്തത്തില്ല. ചർച്ച ചെയ്ത് നമ്മൾ ഈ ഡ്രാഫ്റ്റ് അവർക്ക് കൊടുക്കും. പറയും ഇതാണ് ഡ്രാഫ്റ്റ്, നിങ്ങൾക്ക് ദോഷം വരാത്ത രൂപത്തിൽ സിനിമയെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും. നിങ്ങൾക്ക് ദോഷം വരുന്ന ഒരു കാര്യത്തിനകത്ത് ഞങ്ങൾ ചേർക്കുന്നില്ല. പക്ഷേ സിനിമയെ സംരക്ഷിക്കണം. സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് പ്രൊട്ടക്ഷൻ വേണം, സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് സംരക്ഷണം വേണം, തൊഴിലുറപ്പ് വേണം, വരുമാനം വേണം, ന്യായമായ കൂലി കിട്ടണം, എല്ലാവർക്കും തുല്യത ഉണ്ടാകണം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ അലമാരയെ വെച്ച് പൂട്ടിയെന്നൊരു വിമർശനമുണ്ട്. അല്ല, അതിൻ്റെ അനുബന്ധമായി ഞാൻ പറഞ്ഞില്ല, ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളാണ് നമ്മൾ സത്യത്തിൽ ഈ ഫിലിം പോളിസിയിലേക്ക് വരുന്നത്. അത് പൂട്ടിയെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉള്ളടക്കത്തിലേക്ക് പോകേണ്ട കാര്യം നമുക്കില്ല. അതിൻ്റെ നിർദ്ദേശങ്ങളും ദിഗവലകളുമാണ് ഗവൺമെൻറ് മുമ്പ് വന്നത്. അല്ല, നമ്മൾ ആ രേഖയുടെ ബാക്കി ആ ഡോക്യുമെൻ്റ് നമ്മൾ നോക്കിയില്ല. അത് ബാക്കി ഭാഗം നമ്മൾ നോക്കി. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇവരോട് സംസാരിച്ച ശേഷം ശരി, ഞങ്ങളുടെ ആംഗിളിൽ നിങ്ങളുടെ ഈ പ്രപ്പോസൽ കറക്റ്റ് അംഗീകരിച്ചു. ഈ ഡ്രാഫ്റ്റാണ് ഗവൺമെൻറ് മുമ്പിലേക്ക് വരാൻ പോകുന്നത്. അതാണ് നിയമത്തിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയും നമ്മൾ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഇപ്പോൾ സിനിമാ സെറ്റിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു വിമർശനം അതാണ്. അതിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു റോൾ വിട്ടുവീഴ്ച ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു പരാതി ഉയർന്നു വന്നാൽ ആ പരാതിക്ക് അടിസ്ഥാനം ഉണ്ടെങ്കിൽ പിന്നെ ആ സിനിമ ഉണ്ടാകില്ല. ആ തരത്തിലുള്ള നിയമമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും 100%. ഒഫീഷ്യലായിട്ടുള്ള ഈ നിയമത്തിനകത്ത് കണ്ടിനകത്തില്ല ഞാൻ പറയാൻ പറ്റില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഷൂട്ടിംഗ് സെൻറ്റേഴ്സിൽ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരുണ്ടാകും, ഉറപ്പ്. അത് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രം. അവിടെ ഒരു പുസ്തകം എഴുതി വെച്ചിട്ട് പരാതി കൊണ്ട് എഴുതി വെച്ച് പോകാൻ പറയുന്നതല്ല ഇപ്പം തീരുമാനിക്കാൻ പോകുന്നത്. പ്രായോഗികമായിരിക്കും. നിങ്ങൾ ഷൂട്ടിംഗ് നടക്കണം, സിനിമ ഉണ്ടാക്കണം, രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ്റെ നടപടിക്രമമുണ്ട്, ഏകജാലക നടപടിക്രമം. അത് ഒരു ദിവസം കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ 25 അല്ലെങ്കിൽ 48 മണിക്കൂർ കൊണ്ട് അംഗീകാരം കിട്ടും. എവിടെ വേണം ലൊക്കേഷൻ തീരുമാനിച്ചോണം, ഏത് ലൊക്കേഷനാണെന്ന് ഗവൺമെൻറ് അറിയണം. അവിടെ സർക്കാരിൻ്റെ പ്രതിനിധി ഉണ്ടാകും, സർക്കാരിൻ്റെ പ്രതിനിധി സ്ത്രീ പുരുഷനുണ്ടാകും. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം. അവിടെ നടക്കുന്ന ഏതൊക്കെ കാര്യങ്ങളാണ്
ഈ നിയമത്തിൻ്റെ ഭാഗമായി നയത്തിൻ്റെ ഭാഗമായി നമ്മൾ കൂട്ടായി തീരുമാനിച്ചിട്ടുള്ള അതെല്ലാം നടപ്പാകുന്നുണ്ടോ? ഉദാഹരണം, വനിതകൾ വരുന്നു, നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റി വേണമെന്ന് ഇപ്പോൾ നമ്മൾ തീരുമാനിക്കും. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് അത് അംഗീകരിച്ചല്ലേ പറ്റൂ. ആ ഫെസിലിറ്റി അവിടെ ഉണ്ടോ? ട്രാൻസ്ജെൻഡേഴ്സിന് ആവശ്യമായ ഫെസിലിറ്റീസ് ഉണ്ടോ? കുട്ടികൾക്ക് ഫെസിലിറ്റീസ് ഉണ്ടോ? അംഗവൈകല്യമുള്ളവർക്ക് ഫെസിലിറ്റീസ് ഉണ്ടോ? അവർക്ക് വിശ്രമിക്കാനുള്ള സംവിധാനങ്ങളുണ്ടോ? അവർക്ക് സ്വതന്ത്രമായി രാത്രിയിലും പകലും ഏത് സമയത്തും ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ ഒരു അപകടമില്ലാതെ സാഹചര്യം ഉണ്ടോ? അല്ലാതെ സിനിമാ നിർമ്മാണത്തിന്മേലുള്ളൊരു കൈകടത്തിൽ നിന്ന് അവർ വിമർശിക്കൂ? ഇല്ലില്ല, അത് വരത്തില്ല. കാരണം ഇവർ സിനിമാ നിർമ്മാണത്തിൽ ഒന്നും ഇടപെടുന്നില്ല. ഇവർ വാച്ച്മാനാണ്, അല്ലെ വാച്ച്ഗേളാണ്. അവർ വാച്ച് ചെയ്യും. അല്ലാതെ അവിടെ പുസ്തകം വെച്ചിട്ട് പരാതി ഉണ്ടെങ്കിൽ എഴുതി വെച്ച് പൊക്കോളാൻ പറയുന്ന ഏർപ്പാട് ഇനിയില്ല. ഏത് സാറിന് ഇപ്പോൾ ഒരു പരാതിയുണ്ട്, സാറിൻ്റെ ഒരു പുസ്തകം ഇരിപ്പുണ്ട്, അതിനടിയിൽ പരാതി എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ പരാതി ഞങ്ങൾക്ക് ലഭിക്കണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ അതിനകത്തൊരു ഇൻറ്റേർണൽ കമ്മിറ്റി ഉണ്ടാക്കിയ കമ്മിറ്റി അങ്ങ് തീരുമാനം എടുക്കുന്നത്, അതല്ല ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. നേരിട്ടുള്ള മോണിറ്ററിങ് ഗവൺമെൻറ് നടത്തും. കാരണം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് 100% സേഫ്റ്റി ഉറപ്പുവരുത്തി ഗവൺമെൻറ്. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ ആ സിനിമയിൽ വേറെ തരത്തിൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ, അതാണ് ഞാൻ പറഞ്ഞ, ആ സിനിമ കാണില്ല. പിന്നെ ആ സിനിമ കേരളത്തിൽ ആരും കാണുമെന്ന് വിചാരിക്കേണ്ട. ആ നടപടി അപ്പോൾ ഉണ്ടാവും. അതനുസരിച്ചുള്ള അത്ര സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ ആയിരിക്കും ആ കാര്യത്തിൽ എടുക്കുന്നത്. പക്ഷെ ചുമ്മാ ആരും കംപ്ലൈൻറ്റ് എഴുതി തന്നാൽ നമ്മൾ നടപടിയെടുക്കത്തില്ല. അതിനാണ് ഞങ്ങളുടെ ആളുകളെ വെക്കുന്നത്. ഞങ്ങളുടെ ആളുകളെ വെക്കുന്നതും ആ വെക്കുന്ന ആളുകൾ ആ സെക്കൻഡിൽ നടപടി സ്വീകരിക്കുകയും വേണം. അതിൻ്റെ എല്ലാ വിഷനും ഞങ്ങൾക്ക് തരണം, തെളിവോടുകൂടി തരണം. ചുമ്മാ പറഞ്ഞാൽ നടപടി ഉണ്ടാവില്ല. അപ്പോൾ അത് അവിടെ സ്ത്രീ ഉണ്ടാവും, പുരുഷനുണ്ടാവും. അതനുസരിച്ചൊരു സംവിധാനത്തെക്കുറിച്ച് ഗവൺമെൻറ് ഇപ്പം ഈ നയത്തിൻ്റെ ഭാഗത്ത് ആലോചിക്കുന്നു. അല്ല വെറുതെ കുറച്ച് നയം എഴുതി വെച്ചു, അത് ഭംഗിയായിട്ട് പാഠപുസ്തകം നടപ്പിലാക്കാൻ തന്നെ വേറെപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യത്തിൽ 100% സ്ട്രോങ് നിലപാട് സ്വീകരിച്ചു. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ശ്രീ ഷാജി എൻ കറിൻ്റെ നേതൃത്വത്തിൽ തന്നെ സ്ത്രീകൾക്കും പ്രത്യേകിച്ച് ദളിത് സ്ത്രീകൾക്കും എല്ലാം സിനിമ നിർമ്മിക്കാനായിട്ട് സാമ്പത്തിക സഹായം നൽകി. അത് ഇനിയും തുടരൂ. പിന്നെ 2 പേർക്ക്, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 2 പേർക്കും വനിതകൾക്ക് 2 പേർക്കും. അപ്പോൾ അങ്ങനെ 1.5 കോടി രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഗവൺമെൻറ്. നമ്മളിപ്പോൾ എല്ലാ വർഷവും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ പിന്നെ വനിതകളുടെ 5 സിനിമയും SC/ST 4 സിനിമയും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ സഹായം കൊടുക്കുന്നവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കണമെന്ന് അത് അദ്ദേഹം അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അത് ദളിതരെ അധിക്ഷേപിച്ചൊന്നും അല്ല പറഞ്ഞത്. ഇങ്ങനെ സർക്കാർ ഫണ്ട് കൊടുക്കുമ്പോൾ അതെടുക്കാനുള്ള ഒരു പരിശീലനം നൽകണമെന്ന് അതേക്കുറിച്ച് സാറ് പറഞ്ഞത്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, സാറിന് അതിനെപ്പറ്റി എത്രമാത്രം അറിയാമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ വരുന്ന ആളുകളെ ഏതെങ്കിലും ഒരു അപേക്ഷ മേടിച്ചിട്ട് ഇവർക്ക് അങ്ങ് പൈസ കൊടുക്കുകയല്ല. നമ്മളെ കയ്യിലൊരു മെത്തേഡുണ്ട്. അതായത് ഒരു കമ്മിറ്റിയുണ്ട്. അത് ഡോക്ടർ ബിജുവിനെ പോലുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള സിനിമാ രംഗത്തെ ആളുകളെ വെച്ചിട്ടാണ് ഈ കമ്മിറ്റി. ഇവരുടെ സ്ക്രിപ്റ്റ് കൃത്യമായി ഈ കമ്മിറ്റി പരിശോധിക്കും. ഈ സ്ക്രിപ്റ്റ് കൊള്ളാമോ ഫസ്റ്റ്, ഇതിൻ്റെ പിന്നെ ഡയറക്ഷൻ അല്ലെങ്കിൽ പിന്നെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് അഭിനയിക്കുന്ന ആളുകളെ എല്ലാം ഇൻ്റർവ്യൂസ് എടുക്കും. ഇതിന് പറ്റിയ ആളുകളാണോ? അങ്ങനെ 100% അപേക്ഷകരിൽ നിന്ന് ഏറ്റവും നമ്പർ 1 ആളിനെയാണ്, ട്രെയിൻഡ് ആയിട്ടുള്ള ആളിനെയാണ് എടുക്കുന്നത്. അല്ലാതെ ഒരു ദിവസം പ്രത്യേകിച്ച് പരിശീലനം കൊടുക്കേണ്ട കാര്യം. ഒരു പരിശീലനം സിദ്ധിക്കാത്ത ആദ്യമായി സിനിമ എടുക്കാതെ ആയിരിക്കാം. പക്ഷെ അവർ ഏതെങ്കിലും സിനിമയുടെ ഫീൽഡിൽ നിന്ന് ഈ കാര്യത്തിൽ നല്ല പരിശീലനം സിദ്ധിച്ചവരാണ് വന്നിട്ട് ഇൻ്റർവ്യൂ പങ്കെടുക്കുന്നത്. അപ്പോൾ അവർക്ക് പ്രൊഡക്ഷനെ പറ്റി ചോദിക്കുമ്പോൾ അവർക്കറിയാം, പരിശീലനം ആവശ്യമാണെങ്കിൽ കൊടുക്കാം. അപ്പോൾ സാർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മെച്ചപ്പെട്ട പരിശീലനം കൊടുക്കണം. സാറ് പറഞ്ഞ നിർദ്ദേശങ്ങളിപ്പം ഈ നയത്തിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത്തരം ആളുകളെ എടുത്തിട്ട് പരിശീലനം കൊടുക്കേണ്ടതാണെങ്കിൽ മെച്ചപ്പെട്ട പരിശീലനം കൊടുത്തുകൊണ്ട് സിനിമ എടുക്കണം. അതാ തെറ്റ്. ഇപ്പോൾ ഡോക്ടർ ബിജുവിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത ഒരു അന്യഭാഷാ ചിത്രം ഇപ്പോൾ ഓസ്കാറിൽ എൻട്രി ആയി, അദ്ദേഹത്തിന് എന്തെങ്കിലും സ്വീകരണം നൽകൂ? അത് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. മോഹൻലാലിൻ്റെ പുരസ്കാരമല്ലേ പറഞ്ഞ്, അതൊന്ന് നോക്കാം. നമ്മുടെ കേരളത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ വരുന്ന എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നയമാണ് ഗവൺമെൻറ്റുള്ളത്. ബിജു ഒരു മികച്ച സംവിധായകനാണ്, കലാകാരനാണ്. ബിജുവിനെയാണ് ഞങ്ങൾ ഈ കാര്യം, ഈ സിനിമ പിന്നെ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി കമ്മിറ്റി ഉൾപ്പെടുത്തി. അപ്പം നല്ല പലത് ചെയ്യുന്നുണ്ട്. ചലച്ചിത്ര അക്കാദമി പുനഃസംഘടിപ്പിക്കുന്ന കാര്യമല്ലോ ആലോചനയുണ്ട്. ചലച്ചിത്ര അക്കാദമി പുനഃസംഘടിപ്പിക്കും. ഇപ്പം അതിന് ചെയർമാൻ ചാർജാണ് പ്രേംകുമാർ. പിന്നെ അത് അതിനെപ്പറ്റി ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം വരാൻ പോവല്ലേ? അല്ല, അപ്പോൾ അതിന് മുമ്പ് എന്തായാലും ഉണ്ടാവും. ഇപ്പം അങ്ങ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്. ഇപ്പോൾ ഇന്നത്തെ ദിവസം NSSൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ G. സുകുമാരൻ നായർ ഒരു കാര്യം പറഞ്ഞു. ഈ ഗവൺമെൻറ്റിൽ വിശ്വാസമാണ്. ശബരിമലയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ അവർ ആ ഒരു പണ്ട് സ്വീകരിച്ച ഒരു നിലപാടിൽ നിന്ന് മാറി വന്നപ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. കോൺഗ്രസ് കള്ളക്കളി കളിക്കുന്നു, കേന്ദ്രം ഭരിക്കുന്ന BJP ആണെങ്കിൽ നിയമനിർമ്മാണത്തിനൊന്നും മുതിർന്നതുമില്ല. അങ്ങനെ ഒരു അനുകൂലമായൊരു നിലപാട്
ശ്രീ ജി സുകുമാരൻ നായരിൽ നിന്നുണ്ടായി. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. എന്ത് പറയുന്നു? സുകുമാരൻ നായർ സാറും വെള്ളാപ്പള്ളി സാറും പറഞ്ഞത് കറക്റ്റാണ്. ഞാനൊരു കാര്യം പറയാം. ബഹുമാന്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യസന്ധനാണ്, ചതിയും വഞ്ചനയൊന്നുമില്ല. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഇപ്പോൾ എന്താണ് ശബരിമലയുടെ പ്രശ്നം? ശബരിമലയിൽ ഇപ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ നമ്മൾ നടപ്പാക്കുക. ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് എന്തേ ഈ മാസ്റ്റർ പ്ലാൻ അംഗീകാരം കൊടുക്കാൻ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെങ്ങന്നൂരാണ് ഇതിൻ്റെ അടുത്താവണം. ശബരിമല ഏറ്റവും അടുത്ത് ബന്ധമുള്ള ആളാണ് ഞാൻ. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് UDF ഗവൺമെൻറ് കാലത്ത് ഒരു നല്ല റോഡ് ശബരിമലയ്ക്കില്ലായിരുന്നു. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമാണ് ഇടത്താവളം. അതിൻ്റെ ചുറ്റും മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. അങ്ങ് ഇപ്പോൾ വന്ന് നോക്ക്, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകൾ അവിടെ നിർമ്മിച്ച് ഈ ശബരിമലയ്ക്ക് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഈ പിന്നെ സഹായങ്ങൾ ചെറുതാണ്. ചെങ്ങന്നൂരടക്കം 10 സ്ഥലങ്ങളിൽ അയ്യപ്പന്മാർക്ക് വിരിവെക്കാനുള്ള വലിയ സെൻറ്ററുകൾ പണിയാണ്. ചെങ്ങന്നൂർ 10 കോടിക്കാണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ പണി ഇപ്പോൾ പൂർത്തീകരിക്കും. ശരി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയിലെത്തി പമ്പയിൽ വെച്ച് നടത്തിയ പ്രസംഗം അങ്ങ് കേട്ടിട്ടുണ്ടല്ലോ. കേട്ടു. ഈ ഗവൺമെൻറ് ചെയ്ത സാമ്പത്തിക സഹായം ക്ഷേത്രങ്ങൾക്കും ശബരിമലയ്ക്കും എണ്ണി പറഞ്ഞു. ഞങ്ങൾ ഒരു പൈസ ഈ ക്ഷേത്രങ്ങളിൽ ഇങ്ങോട്ട് വാങ്ങുന്നില്ല, ഗവൺമെൻറ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അത് കൊടുക്കാൻ ഗവൺമെൻറ് ഉത്തരവാദിത്തമുണ്ട്, ബാധ്യതയുണ്ട്. കാരണം ദേവസ്വം ബോർഡ് രൂപീകരിക്കുമ്പോൾ ക്ഷേത്ര സംരക്ഷണത്തിന് ഗവൺമെൻറ് പാർട്ടിസിപ്പേഷൻ പങ്കാളിത്തം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ചെയ്യുകയാണ്. ഞാൻ ഇന്നലെ ചോദിച്ചൊരു ചോദ്യം ഇപ്പം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. BJP ഇന്ത്യ ഭരിക്കുകയാണ് 11ാമത്തെ വർഷം. നേരിട്ട് ഭരണം. അതിനു മുമ്പ് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തുള്ള ഭരണം അതൊന്നും ഞാൻ കൊടുത്തില്ല. ഇപ്പം 11 വർഷം 1 രൂപ ശബരിമലയ്ക്ക് കൊടുത്തതെന്ന് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഒന്ന് പറയട്ടെ. അല്ലെങ്കിൽ സഹായമില്ല സർ പറയട്ടെ. 1 രൂപ സർ, ഒരു വെള്ളി നാണയം ഇവർ കൊടുത്തു. ഉദാഹരണം ഞാൻ പറയാം. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ 1000 കോടിയുടെ പ്രഖ്യാപന, അതിൻ്റെ ഉദ്ഘാടനമാണ് ബഹുമാന്യ പ്രധാനമന്ത്രി നടത്തി ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ലക്ഷ സമയത്ത്. സാർ ഒരു ടോയ്ലറ്റ് പണിത് തന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ വന്നിറങ്ങുന്ന ചെങ്ങന്നൂർ. സാറിനറിയാമല്ലോ, അവിടെ ആണല്ലോ ഇടത്താവളം, അവിടെ ആണല്ലോ ആളുകൾ വന്നിറങ്ങിപ്പോകുന്നത്. ഒരു നല്ല ടോയ്ലറ്റ് പണിത് തന്നു. ശബരി റെയിൽ, അങ്കമാലിയിൽ നിന്ന് പോകുന്ന ശബരി റെയിൽ കേരളം പറഞ്ഞാൽ 50% ഞങ്ങൾ മുടക്കാമെന്ന്. ഞങ്ങൾ ഒറ്റ കാര്യം അതിനകത്ത് പറഞ്ഞുള്ളൂ, ഞങ്ങൾ മുടക്കുന്ന പണം കടം ആ പരിധിക്കകത്താക്കരുത്. ഞങ്ങൾ പൈസ മുടക്കുന്നു. കടപരിധിക്കകത്താക്കി ഞങ്ങളെ താർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, സ്റ്റേറ്റിനെ ബുദ്ധിമുട്ടിക്കുക. അത് നിങ്ങളൊന്ന് പരിധി ഒന്ന് മാറ്റിയാൽ മതി. ഞങ്ങൾ 50% പണം മുടക്കാം. എന്താ സാർ പ്രഖ്യാപിക്കാത്തത്? ഞങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് 100% അവരല്ലേ മുടക്കേണ്ടത്? റെയിൽവേ കേന്ദ്ര ഗവൺമെൻറ് അല്ലേ? അല്ല, ഈ അയ്യപ്പ സംഗമം നടത്തിയത് ഒരു തെറ്റുതിരുത്തലാണെന്നാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്, പ്രത്യേകിച്ച് BJP. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം ചെങ്ങന്നൂർ ഒരു റെയിൽ, അതോടെ പറഞ്ഞിട്ട് ഞാൻ പറയാം. ചെങ്ങന്നൂർ എന്നൊരു ശബരിമല റെയിൽ പ്രഖ്യാപിച്ച് ഇത്ര കാലമായി നടന്നില്ലല്ലോ. ഇവർ പൈസ മുടക്കിയിട്ടില്ല. UDFൻ്റെ കാലത്ത് കൊടുത്തതിൻ്റെ എത്രയോ ഇരട്ടി, എത്രയോ മടങ്ങ് സംവിധാനങ്ങൾ, സഹായങ്ങൾ. ഇന്ന് ശബരിമല എന്ന് പറയുന്നത് ആഗോളതലത്തിൽ ഒരു തീർത്ഥാടന കേന്ദ്രം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ദേവസ്വം ബോർഡ് 75ാം വാർഷികം, ആ വാർഷികത്തിൽ 3 കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. ഇത് ഗവൺമെൻറ് എന്താ പങ്ക്? അവർക്കൊരു ഒരു സംഗമം നടത്താൻ തീരുമാനിച്ചു. അവർ പറഞ്ഞു, ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 2 മാസം മുമ്പ് ക്യാബിനറ്റ് കൂടി തീരുമാനിച്ചു 1300 കോടി രൂപയുടെ ഒരു ശബരിമല വികസന പദ്ധതി. ഞാൻ ചോദിക്കട്ടെ, ശബരിമലയുടെ എല്ലാ കാര്യങ്ങളും കേരള ഹൈക്കോടതി നോക്കുന്നുണ്ട്, അങ്ങനെ അറിയാമല്ലോ. ദേവസ്വം ബെഞ്ച് നോക്കുന്നുണ്ട്, ദേവസ്വം ബോർഡ് നോക്കുന്നുണ്ട്. ശബരിമല സെൻസിറ്റീവായിട്ടുള്ള ഒരു പ്ലേസാണ്. ഞങ്ങളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അവിടെ കൊണ്ട് നടപ്പാക്കാൻ പോയാൽ സാർ മറ്റൊരു രൂപത്തിൽ അതിനെ ചിത്രീകരിച്ചുകൊണ്ട് ഗവൺമെൻറ്റിനെ തകർക്കാനായിട്ട് ബോധപൂർവമായി ഇവർ ഇറങ്ങുമെന്നുള്ളത് ആർക്കാ സംശയം? ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ NSSനെ വിശ്വാസം എടുക്കണം, SNDP വിശ്വാസം എടുക്കണം, സകല ഹൈന്ദവ സംഘടന വിശ്വാസം എടുക്കണം. സാർ അവരെല്ലാം വന്നു. സുകുമാരൻ നായർ സാറും വെള്ളാപ്പള്ളി സാറും പറഞ്ഞ കറക്റ്റാണ്. മാസ്റ്റർ പ്ലാനിനെ പറ്റി ചർച്ച ചെയ്യാൻ അവരെ ക്ഷണിച്ച് അവർ വന്നു, അവരുടെ പ്രതിനിധികൾ വന്നു. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ, ചില മാറ്റങ്ങൾ അവർ പറഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞല്ലോ, വീണ്ടും ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ആ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഹൈന്ദവ സംഘടനകളും അല്ലെങ്കിൽ ശബരിമല അറിയാവുന്നവരും ശബരിമല എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ലോകത്തുള്ള എല്ലാ അയ്യപ്പ ഭക്തന്മാരുടെ അഭിപ്രായം കേൾക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ശരി, ആ ഒരു അഭിപ്രായം കേൾക്കണം. ഇനി അയ്യപ്പ ഭക്തി ഇല്ലാത്താണെങ്കിലും ശബരിമലയുടെ കാര്യത്തിൽ ഒരു വികസന കാര്യം പറഞ്ഞാൽ അവരുടെ അഭിപ്രായം കേൾക്കണം. SNDP യോഗം ജനറൽ സെക്രട്ടറി പറഞ്ഞത് കേരള മുഖ്യമന്ത്രി ഒരു അയ്യപ്പ ഭക്തനാണെന്നാണ്. അല്ല, അത് അദ്ദേഹത്തിന് ചിലപ്പോൾ തോന്നിക്കാണും, വെള്ളാപ്പള്ളി സാറിന് ചിലപ്പോൾ തോന്നിക്കാണും. ഞാൻ അത് പറയാൻ ഒരു കാരണമുണ്ട്. ഈ അയ്യപ്പൻ്റെ ഒരു ശില്പമാണ് ഈ വേദി വെച്ച് മുഖ്യമന്ത്രി ഏൽപ്പിക്കുന്നത്.
മുഖ്യമന്ത്രി അത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഏറ്റുവാങ്ങിയെന്നാണ് വെള്ളാപ്പള്ളി സാർ പറഞ്ഞത്. വെള്ളാപ്പള്ളി സാർ അടുത്ത് നിൽക്കുകയായിരുന്നു. ഒരു പക്ഷേങ്കിൽ ചിലപ്പോൾ ആ മുഖത്ത് വന്ന ഭാവം അല്ലെങ്കിൽ അത് ആ തോന്നൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ഉണ്ടായി കാണും. അങ്ങനൊരു ഭക്തിയുള്ള ആളാണ് എന്ന് ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നിയുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. മറുപടി പറയേണ്ട പ്രശ്നമല്ല. ഭക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളുടെ വിചാരണ ചെയ്യേണ്ട വിഷയമല്ല. അദ്ദേഹത്തിന് തോന്നി മുഖ്യമന്ത്രി ഒരു ഭക്തിയുള്ള ആളാണ്. ഇപ്പോൾ രാഷ്ട്രീയമായി ചിന്തിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് ഒരു 3-ാം വട്ടം ഭരണ തുടർച്ച കിട്ടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയല്ലേ? സാറേ, കഴിഞ്ഞ ശബരിമല പ്രശ്നത്തെ ഇവർ രാഷ്ട്രീയമായി ഗവൺമെൻറ്റിനെതിരെ ഉപയോഗിച്ച് ആയുധമാക്കിയതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനകത്ത് എന്ത് തെറ്റിയത്? പിന്നീട് ജനങ്ങൾക്കത് മനസ്സിലായി ഞങ്ങൾ അതിനകത്ത് നിരപരാധികളാണ്. ജനങ്ങൾ 99 സീറ്റ് തന്നെ ഞങ്ങളെ ജയിപ്പിച്ചു. സാർ, അവരന്ന് ആ ചിന്തിച്ചവരും ആ വിഷയത്തിൽ ഗവൺമെൻറ്റിനെ എതിർത്തവരും വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമോ? ആ ശബരിമലയോട് ഞങ്ങൾ പിന്നീട് വന്ന ഗവൺമെൻറ് എടുത്ത സമീപനം എന്താ? ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി അതൊരു ലോകോത്തര നിലവാരമുള്ള തീർത്ഥാടന കേന്ദ്രമായി മാറണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പരിശ്രമിക്കുകയാണ്. അതിനകത്ത് ജാതിമതി എന്തൊന്നുമില്ല. കോടതി വിധി വന്ന സാഹചര്യത്തിൽ എടുത്ത നിലപാടിൽ നിന്ന് പാർട്ടിയും ഗവൺമെൻറ്റും ഒക്കെ വലിയ രീതിയിൽ മാറി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോടതി പറഞ്ഞ ഒരു കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചു. ഭക്തജനങ്ങൾക്കും ഹൈന്ദവ സംഘടനകൾക്കും അതിനോട് താല്പര്യക്കുറവ് വന്നു. അവർ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബെഞ്ചിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൻ്റെ നടപടികളുമായി പോകുന്നു. ഞങ്ങൾക്ക് അതിനകത്ത് പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് അവിടെ ഇപ്പോൾ ഈ പറയുന്ന അവരുടെ ഏതെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കണമെന്ന് കേരളത്തിലെ ഗവൺമെൻറ്റോ CPM-നോ ഒരു താല്പര്യമില്ല. ഞങ്ങൾ അതിന് മുമ്പ് അങ്ങനെ താല്പര്യം കാണിച്ചിട്ടുമില്ല. സർ, ശബരിമലയിൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രസക്തി ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. PK ചന്ദ്രാനന്ദനാണ്. സാറിന് അറിയാമല്ലോ. PK ചന്ദ്രാനന്ദനാണ് കേരളത്തിന് പുറത്ത് ദക്ഷിണേന്ത്യയിൽ മുഴുവൻ കാൽനടയായി നടന്ന് ദേവസ്വം ബോർഡ് മെമ്പറായിരിക്കുമ്പോൾ ശബരിമല എന്ന് പറയുന്നത് ഒരു ലോകപ്രസിദ്ധമായ ഒരു ആഗോളതലത്തിൽ ഒരു തീർത്ഥാടന കേന്ദ്രമാകുന്നതിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്ത പ്രധാനപ്പെട്ട ആൾ കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹമാണ്. അതിനുവേണ്ടിയാണ് ചന്ദ്രാനന്ദൻ റോഡ് പിന്നീട് വന്നത്. അദ്ദേഹത്തെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് ശബരിമലയ്ക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാകാൻ ആഗ്രഹിക്കും. നമുക്ക് ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ LDF-ന് ഒരു 3-ാം വട്ടം ഭരണം കിട്ടുമെന്ന് അങ്ങ് കരുതുന്നു. സാർ, 101% എൻ്റെ നാവൊന്നും തെറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ 2ാമത്തെ ഭരണത്തെ സംബന്ധിച്ച് ഞാൻ എൻ്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ബൈലക്ഷൻ ഞാൻ ജയിക്കുന്നത് 2018 ബൈലക്ഷൻ ജയിച്ചു കഴിഞ്ഞ് നിയമസഭയുടെ ആദ്യത്തെ പ്രസംഗത്തിൽ അങ്ങെടുത്ത ബൈറ്റ് കേട്ടാൽ മതി. ഞാൻ തീർത്തു പറഞ്ഞു 2021 പിണറായി വിജയൻ നേതൃത്വത്തിൽ ഗവൺമെൻറ് കേരളം ഭരിക്കും. 26-ലും ഭരിക്കും. അടുത്തത് ഞാൻ ഇപ്പോഴും നിയമസഭയിൽ അല്ലാതെ ഞാൻ പറയുന്നുണ്ട് 26-ലെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിൽ 3-ാം ഗവൺമെൻറ് ഭരണത്തിൽ വരും. അങ്ങനെ ഒരു ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരിക്കും എന്നുള്ളത് സംശയത്തിൻ്റെ കാര്യമില്ല. അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. അദ്ദേഹം മുഖ്യമന്ത്രി അതിനെന്താ ഇപ്പോൾ പ്രശ്നം? അതേ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. മറിച്ച് തിരഞ്ഞെടുപ്പ് നയിക്കുകയും മുഖ്യമന്ത്രി മറ്റൊരാളായേക്കും എന്നൊക്കെയുള്ള അതിൻ്റെ ആവശ്യമില്ലല്ലോ. മുഖ്യമന്ത്രി ആകാൻ പറ്റുന്ന ഒരുപാട് പേര് പാർട്ടിക്കകത്തുണ്ട്. ഇതൊന്നും ഞാൻ പറയത്തില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും ശക്തനായ നേതാവ്. സർ, ഞാൻ അതിനകത്ത് ഒരൊറ്റ കാര്യം പറയാം. ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ നേതൃത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ഒരു കപ്പാസിറ്റി വേണം. ഒരു സ്ട്രോങ് ലീഡർഷിപ്പാണ്. ഒരു ഡിഗ്നറ്ററിയാണ്. ഒരു പവർഫുള്ളാണ്. സർ, അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കണ്ട ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടെങ്കിലും ഞാനൊരു കാര്യം പറയാം. അദ്ദേഹത്തിൻ്റെ ആസൂത്രണം, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ വികസന തന്ത്രങ്ങൾ എല്ലാവരെയും കോർത്തിണക്കാൻ. സർ, സെൻറ്ററുമായിട്ട് എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും എത്ര വൈരുദ്ധ്യം ഉണ്ടെങ്കിലും അതാണ് ഭരണാധികാരി. ആ സെൻറ്ററിനെ എത്രമാത്രം കേരളത്തിന് യോജിപ്പിച്ചുകൊണ്ടാൻ കഴിയുന്നത് അതിനകത്ത് അദ്ദേഹം തന്ത്രപരമായിട്ടല്ലേ കൈകാര്യം ചെയ്യുന്നത്. സർ, ഗവർണർ ഇഷ്യൂ വന്നാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത്. ഇതിനോടൊന്നും ഗവർണർക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ സെൻറ്ററിനെതിരായിട്ടോ പറയേണ്ട കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ടു ബി പ്രാക്ടിക്കൽ, ഒരു ഭരണമെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ കേരളത്തെ ഉയർത്താം. സർ, ഞാൻ ഇവരോടെല്ലാം ഞാൻ പറയുന്നു, ഈ 9 വർഷം നടന്ന പോലെ വികസനം സർ ചരിത്രത്തിൽ കേരളത്തിലുണ്ടായിട്ടുണ്ടോ? അതിന് പണം എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ രണ്ടാമത്തെ കാര്യം. കിഫ്ബി ആയിക്കോട്ടെ, പ്ലാൻ ആയിക്കോട്ടെ, കേന്ദ്രം തരേണ്ട മുഴുവൻ സഹായങ്ങളും നിഷേധിക്കപ്പെട്ട് ഞെരിച്ച് കൊല്ലാൻ തീരുമാനിക്കുമ്പോഴും ചങ്കുറപ്പോടുകൂടി ജനങ്ങളെ ചേർത്ത് പിടിച്ച് കോവിഡ് അടക്കം, പ്രളയമടക്കം, ഊഹിയടക്കം എല്ലാ പ്രതിസന്ധികളും വന്നപ്പോഴും അന്നേരം ഈ LDF-ന് 3-ാം വട്ടം കിട്ടിയാൽ മുഖ്യമന്ത്രി ആരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും സാർ, എനിക്കൊരു തർക്കവുമില്ല. എൻ്റെ പാർട്ടിയിലും തർക്കം, എൻ്റെ പാർട്ടിയിലും തർക്കം ഉണ്ടാകേണ്ട യാതൊരു കാര്യമില്ല. ഞങ്ങളുടെ ഇത് കേരളത്തിലെ ഏറ്റവും പ്രോമിനൻറ്റ് ലീഡർ, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം നല്ല ഊർജ്ജസ്വലനാണ്. അദ്ദേഹം ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അടുത്ത 5 വർഷം അദ്ദേഹം തന്നെയായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ എനിക്ക്
ഒരു സംശയമില്ല. ഇപ്പോൾ പാർട്ടിക്ക് സംശയം അങ്ങയെ സംബന്ധിച്ച് നോക്കിയാൽ തന്നെ അങ്ങേക്ക് 1.5 ടൈമേ ആയുള്ളൂ ആ നിലയ്ക്ക് വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ടോ? പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളത് ആഗ്രഹിച്ച പോലെ അല്ലല്ലോ. എൻ്റെ പ്രിയങ്കരനായ രാമേന്ദ്രൻ നായർ സാറ് മരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് 2014 അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നത്. എൻ്റെ പ്രപ്പോസലാണ്. എനിക്കെന്തെങ്കിലും അങ്ങനെ ഒരു ഓപ്പർച്യൂണിസ്റ്റ് ആണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു. അദ്ദേഹത്തെ സ്റ്റേറ്റ് നേതൃത്വം അംഗീകരിച്ചു, മുഖ്യമന്ത്രി പിണറായി സാർ അംഗീകരിച്ചു, അന്ന് പാർട്ടി സെക്രട്ടറി, പിന്നെ കോടിയേരി സാർ അവരെല്ലാം അംഗീകരിച്ചു, മത്സരിച്ചു, നല്ല ഭൂരിപക്ഷം ജയിച്ചു. അദ്ദേഹം ജീവിച്ചിരുന്നത് ഇപ്പോഴും MLA ആയിരുന്നതിന്. അപ്പോൾ ഇനി അടുത്തൊരു മത്സരത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം I am 60, എനിക്ക് 60 വയസ്സായി. അടുത്ത 5 വർഷം 75 വയസ്സ് വരെ മത്സരിക്കാം. 65 വയസ്സ് വരെ അദ്ദേഹം തന്നെ പോയി. 75 വയസ്സ് വരെ അല്ല, അത് പിന്നത്തെ കാര്യം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആബ്സെൻസിലാണല്ലോ ഞാൻ മത്സരം. ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ. അന്നേരവും ഞാൻ പാർട്ടി നേതാക്കന്മാർ പറഞ്ഞു ജില്ലാ സെക്രട്ടറി ആയിട്ട് തുടരുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇവർ പറഞ്ഞതല്ല, അവിടെ പോയി അന്ന് G. സാറാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ശക്തമായി നിന്നത്. മത്സരിക്കണം, മണ്ഡലം പിടിക്കണം, നിലനിർത്തണം, അതിന് ഇയാൾ പോയി മത്സരിക്കണമെന്ന്. തലേ ദിവസം രാത്രി ഞാനും പുള്ളിയുമായിട്ട് വഴക്കുണ്ടായി ഇതിൻ്റെ കാര്യത്തിൽ. ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ ഞാൻ ഒരിയും എനിക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ അവിടെ രാത്രി പോയി സംസാരിച്ച് ഞാനുമായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയാമല്ലോ, അദ്ദേഹം എന്നെ വലിയ ഇഷ്ടമായിരുന്നു, സ്നേഹമാണ്. ഇപ്പോൾ ഇഷ്ടമുണ്ടോ? 100%. എന്നോട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരിക്കലും പടങ്ങാൻ പറ്റത്തില്ല. അദ്ദേഹം അസംതൃപ്തനാണോ? എനിക്ക് തോന്നുന്നില്ല. അത് പിന്നെ പണ്ടും അദ്ദേഹത്തിനൊക്കെ ചില രീതികളുണ്ട്, അതിനനുസരിച്ച് വർത്തമാനമൊക്കെ പറയും. അതിനപ്പുറത്തേക്കൊന്നും ഞാൻ അതിനെ കാണുന്നില്ല. അത് ഇപ്പോഴും പറയുന്നതിനേക്കാൾ കൂടുതലാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് ഇതെല്ലാം ഈ മന്ത്രിയായിരിക്കുമ്പോഴും പിന്നെ പാർട്ടി നേതാവായിരിക്കുമ്പോഴും ഇപ്പോൾ പറയുന്നതിനൊക്കെ കൂടുതലൊക്കെ പറയുന്നുണ്ട്. അസംതൃപ്തിയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു രീതി അതാണ്. അദ്ദേഹം എന്നോട് ഭയങ്കര ഒരു സഹോദര ബന്ധമായിരുന്നു. ആ ബന്ധം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എന്നെ നിർബന്ധമായി മത്സരിപ്പിക്കണമെന്ന് രാഷ്ട്രീയത്തിൽ എന്നോട് വളർത്തിക്കൊണ്ട് വരുന്നൊരു പങ്കുവച്ചാണ്. വാശി പിടിച്ചു. ഞാൻ അവസാനം പിന്നെ ഇവിടെ വിളിച്ച് പറഞ്ഞു ഇവരങ്ങനെ ആ പുള്ളിയുടെ നിർബന്ധം ഇവർ അംഗീകരിച്ചു. മത്സരിച്ചു. 22,000 ജയിച്ചു. ജയിച്ചു കഴിഞ്ഞാൽ 3 വർഷം ഞാൻ നന്നായി പ്രവർത്തിച്ചു. അപ്പം ഞാൻ 32,000 വോട്ട് ഭൂരിപക്ഷം കിട്ടി. ചെങ്ങന്നൂർ മണ്ഡലമൊന്നും ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലമല്ല, അങ്ങേക്കറിയാമല്ലോ. വലതുപക്ഷത്തിന് നല്ല രാഷ്ട്രീയ സ്വാധീനമുള്ള മണ്ഡലമാണ്. ഇപ്പോൾ അത് കുറേ മാറ്റി എടുത്ത് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മണ്ഡലമാക്കി വരുത്താൻ നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ശരിയാണെന്ന് പറഞ്ഞ് 8 വർഷം, ഒരു വർഷം കൂടെ കഴിയുമ്പോൾ 8 വർഷം, ഇപ്പോൾ 7 വർഷമോ 6.5 വർഷമായി. എൻ്റെ മനസ്സിൽ അങ്ങനെ മത്സരിക്കണമെന്നൊന്നും വലിയ ടേം നിബന്ധന, അതായത് തുടർച്ചയായി 2 വട്ടം മത്സരിച്ചവർ മാറി നിൽക്കണമെന്നുള്ളത് ഇത്തവണ ഉണ്ടാകില്ലെന്ന് കേട്ടു. എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഒരു ആഗ്രഹം ഞാൻ ആഗ്രഹിക്കുന്നുമില്ല, പ്രകടിപ്പിക്കുന്നുമില്ല. അതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അത് പാർട്ടിയുടെ ഭാഗമായിട്ട് വരേണ്ട കാര്യങ്ങളാണ്. എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട് പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണമെന്ന് തന്നെയാണ്. അതിലെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടും എൻ്റെ കാഴ്ചപ്പാടാണ്. ഒരാൾക്ക് അവസരം കൊടുത്തു, അത് മാറി പുതിയ ആൾക്ക് അവസരം കൊടുത്തു. പിന്നെ അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം, സംഘടനാ സാഹചര്യം വെച്ച് വേണം നമ്മൾ തീരുമാനിക്കാൻ. നമ്മൾ പിന്നെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങനെ ഒരു നിലപാടെടുത്തു, ശരിയാണ്, 2 ടൈം കഴിഞ്ഞാൽ മാറി നിൽക്കണം. ഈ പ്രാവശ്യം അങ്ങനെ നിലപാട് എടുക്കണോ വേണ്ട എന്ന് വളരെ സൂക്ഷ്മതയോടെ ചെയ്യണം. പക്ഷേ എടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ എൻ്റെ അഭിപ്രായം പുതിയ തലമുറയ്ക്ക് നല്ല അവസരങ്ങൾ കൊടുക്കണം. പാർലമെൻ്ററി രംഗത്ത്, സംഘടനാ രംഗത്ത് കൊടുക്കണം. ഒരു പാരമ്പര്യവും പുതുമയും കൂടെ ചേരുന്നത്. അത് 75 വയസ്സെന്ന് പറയുമ്പോൾ ആ 75 വയസ്സ് കഴിഞ്ഞവർ പാർട്ടിയുടെ മറ്റു കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റും. അപ്പോൾ പുതിയ ആളുകൾ കയറി വരട്ടെ, പഴയ ആളുകളുള്ളവർ നിൽക്കട്ടെ, രണ്ടും കൂടെ ചേരുന്ന ഒരു പാർട്ടി. അങ്ങനെ ഒരു പാർട്ടിക്ക് വളരെ താങ്കൾ മാറിക്കൊടുക്കാനും തയ്യാറാണ്. 100%. അത് ഇപ്പോൾ വേണേ മാറാം. ഈ ടൈം നിബന്ധന ഒഴിവാക്കുമോ ഇത്തവണ? അങ്ങനെ ആലോചനയുണ്ടോ? ഞാനൊറ്റയ്ക്ക് പറയേണ്ട കാര്യമില്ല, അത് പോളിറ്റ് ബ്യൂറോ ഒക്കെ തീരുമാനിക്കേണ്ട കാര്യം. എന്തായാലും പുതിയ ആളുകൾ വരണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോൾ താങ്കൾ വളരെ ഒരു ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾ കൂടിയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങയുടെ ഒരു വിൽപ്പത്രത്തിൽ വീട്ടുമുറ്റത്തെ മാവ് വെട്ടി വേണം എന്നെ ദഹിപ്പിക്കാൻ എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചതായി കേട്ടു. ശരിക്കും പള്ളിയിൽ സംസ്കരിക്കണമെന്ന് ആഗ്രഹമില്ലേ? അതൊരു കോൺഫിഡൻഷ്യൽ വില്ലാണ്. ഞാനൊരു വില്ല് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഞാൻ ആരെയും കാണിച്ചിട്ടില്ല, എൻ്റെ ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല. പ്രസക്തമായ ചില ഭാഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യം നിഷേധിക്കുന്നില്ല? അല്ല, ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. അത് ഇപ്പം അതൊരു ചർച്ചയിലേക്ക് പോകേണ്ട ഒരു വിഷയമല്ല. എനിക്ക് എൻ്റേതായ ഒരു രീതികളുണ്ട്. എൻ്റെ സ്വത്തുക്കൾ വല്ലതും ഉണ്ടോ, അതെങ്ങനെ എൻ്റെ കാലശേഷം കൈകാര്യം ചെയ്യണം, അതൊന്നും എനിക്ക് എന്തൊരു താല്പര്യത്തിന് വേണ്ടിയൊന്നുമല്ല. ഇപ്പം ഞാനത് പറഞ്ഞതിന് വേണ്ടി എനിക്ക് എന്തൊരു പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടിയൊന്നുമല്ല. എൻ്റെ ശിഷ്ടകാലം കഴിഞ്ഞ് എൻ്റെ കാലശേഷം എനിക്കുള്ള സ്വത്തുക്കൾ എൻ്റെ മക്കൾക്കാണോ? സാധാരണ അങ്ങയോട് ഞാൻ ചോദിക്കുക, അങ്ങയുടെ സ്വത്തുക്കൾ ആർക്കാണെന്ന് ചോദിച്ചാൽ മക്കൾക്കായിരിക്കാം. എന്നോട് ചോദിച്ചാൽ ഞാനിപ്പം അങ്ങനെ പറയത്തില്ല, ലേസെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ സ്വത്തുക്കൾ ആർക്കൊക്കെ വേണം, അതിൽ മക്കൾക്ക് വല്ല ഷെയറിംഗ് ഉണ്ടോ, എന്താണ് അവിടെ ചെയ്യേണ്ട സ്റ്റാൻഡ്, ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ മരണം അത് ഞാൻ കൃത്യമായി അതിൻ്റെ മരണാനന്തര ചടങ്ങുകൾ
എങ്ങനെ നടത്തണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, അത്രയും കടന്ന് ചിന്തിക്കേണ്ടതുണ്ടോ ജീവിതത്തിൽ? സാർ അതൊരു മൊത്തത്തിൽ ജീവിതം ഒരു സാർ അങ്ങനെ അർത്ഥപൂർണ്ണമാണ്, അതേസമയം നിരർത്ഥകവുമല്ലേ? അല്ല സാർ, അത് ഞാൻ എങ്ങനെ തീരുമാനിക്കാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബാക്കി വെച്ചിട്ട് പോകാവുന്നതാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിട്ട് നമ്മൾ കുറച്ച് പിന്നെ സമ്പാദിച്ചു, കുറച്ച് നേടി, അതുകൊണ്ടൊരു കാര്യമില്ല. നമ്മുടെ ജീവിതം ബാക്കി വെക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഭാവിയിൽ പ്രയോജനപ്പെടട്ടെ. അത് ചിലപ്പോൾ പിന്നെ നമ്മുടെ സംസ്കാരത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് വിഭജനത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഭാവിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലൂടെ ആയിരിക്കാം, പലതും കാണാം. അത് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഏതെങ്കിലും ഒരു ആദർശത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വരാൻ വേണ്ടിയില്ല. ഞാൻ അതിനകത്ത് ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു പക്ഷേ പുന്നപ്പറയിൽ വേണേൽ എന്നെ സംസ്കരിക്കാം, കാരണം പാർട്ടി സെക്രട്ടറിമാരെല്ലാം അവിടെ സംസ്കരിക്കും. പക്ഷേ പുന്നപ്പറയിൽ സംസ്കരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ സാറ് ചോദിക്കും അതല്ലയോ നല്ലത് എല്ലാ വർഷവും? അല്ല, അതൊരു വ്യക്തിയുടെ താല്പര്യമാണല്ലോ. അല്ല, പറ്റും വേണേ പാർട്ടി ജില്ലാ സെക്രട്ടറിമാരായിരിക്കുന്നവർ വേണമെങ്കിൽ. അല്ല, അങ്ങയുടെ ആഗ്രഹമാണിത്. അതെ. അപ്പോൾ ഞാനപ്പോൾ ആലോചിച്ചപ്പോൾ അത് വേണ്ട, എൻ്റെ ആ കൊച്ചു ഗ്രാമത്തിലുള്ള സംസ്കാരമായിരിക്കും ഏറ്റവും നല്ലത്. അതിൽ ഈ മാവിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചാളുകളൊക്കെ വന്നാൽ മതി, ഒരുപാട് ദൂരമായിട്ടുള്ള ഒരു ചടങ്ങല്ല വേണ്ടത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് വേറെ തെറ്റൊന്നുമില്ല. അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഞാൻ എൻ്റെ ചിന്തയിലൂടെയും എൻ്റെ പ്രവർത്തനത്തിലൂടെയും ഞാൻ കണ്ട കാര്യങ്ങളാണ്. ഞാൻ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സർവീസ് ചെയ്യണം. ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. 3 പേരും ഞാൻ പഠിപ്പിച്ചു. പഠിക്കാൻ മിടുക്കരായതുകൊണ്ടാണ് പഠിച്ചത്. അവർ 3 പേരും മെഡിക്കൽ ഫീൽഡിലാണ്. ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ള കാര്യം, നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ കുറച്ച് സമയം 10 പൈസ വാങ്ങിക്കാതെ ജീവിക്കാനുള്ള കാശ് പോയി ജോലി ചെയ്ത് പഠിച്ചോണം, ജീവിച്ചോണം. പക്ഷെ നിങ്ങൾ ഫ്രീ ആയി ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 2 രോഗികളെ കണ്ടുവച്ച് ഒരു ഇത് എഴുതി കൊടുക്കുക, 4 ഗുളികയ്ക്ക് എഴുതി കൊടുക്കുക. അത് നിൻ്റെ ജീവിതത്തിൽ നീ ചെയ്യേണ്ടത് നിനക്കൊരു. കാരണം ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, നീ പഠിച്ചെങ്കിലും നിനക്ക് കിട്ടിയ ഈ പഠനത്തിലുള്ള സഹായങ്ങളൊക്കെ മറ്റുള്ളവരുടെയാണ്. നിൻ്റെ അപ്പൻ്റെ മഹത്വം കൊണ്ടല്ല നീ പഠിച്ചത്, സർക്കാർ നിന്നെ പഠിപ്പിച്ചു. വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സർക്കാർ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫീസ് കൊടുത്താൽ അതുകൊണ്ടൊന്നും ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ആകത്തില്ല. അത്രയും ഗവൺമെൻറ്റും ജനങ്ങളും അവരുടെ സ്വത്ത് കൊണ്ട് പഠിപ്പിക്കുമ്പോൾ എൻ്റെ മക്കളോട് ഞാൻ പറയേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം എനിക്കുണ്ട്. അവർ ചെയ്യണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, കാരണം ചിലപ്പോൾ അത് ചെയ്യുന്നിരിക്കുക, അത് ഓരോരുത്തർ ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് നീ കുറച്ച് സർവീസ് ചെയ്യുക, നീ വേറൊന്നും ചെയ്യണ്ട, ഡെഡിക്കേറ്റഡായിട്ട് കുറച്ച് സർവീസ് ചെയ്യുക. പാവങ്ങൾക്ക് ആരെങ്കിലും വന്ന് നിന്നോട് വെച്ചാൽ നീ അവൻ്റെ മുമ്പിൽ നീ ഇരുന്ന് കൈക്കൂലി മേടിച്ച് നീ സർവീസ് ചെയ്യുന്നത്. നിനക്ക് ജോലി ചെയ്യണം, ജോലി സമയത്ത് നിൻ്റെ ഫീസ് നീ മേടിച്ചുകൂടാ, ശമ്പളം മേടിച്ചുകൂടാ, അല്ലാത്ത സമയത്തോ നീ സൗജന്യമായിട്ട് ചെയ്തുകൂടാ. അതിനാണ് നിനക്ക് ഈ ഒരു അനുഗ്രഹം കിട്ടിയത്. എല്ലാവർക്കും ഈ അനുഗ്രഹം കിട്ടിയില്ലല്ലോ. വളരെ സിമ്പിളായ കാര്യങ്ങളാണെങ്കിലും ആ സിമ്പിളായ കാര്യങ്ങൾ മറ്റുള്ളവർ കൂടി പ്രയോജനപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഒരു വില്ല എഴുതി വെച്ചിട്ടുണ്ട്. 100% സാർ. അതിൽ കൂടുതൽ താങ്കൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നില്ല. അത് ഞാൻ ആഗ്രഹിക്കാത്ത വേറൊന്നുമല്ല, അതിപ്പോൾ ഒരു ചർച്ചയിലേക്ക് അല്ല, അത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ ഒരു മതാതീത രാഷ്ട്രീയാതീതമായിട്ടുള്ള ഒരു ചിന്താഗതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന, എനിക്ക് ജാതിയില്ല, വന്ന ഒരു ചിന്തയുടെ ഭാഗമാണ് സാർ. ഞാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമാണ്. ഞാൻ പച്ചയ്ക്ക് പറയുന്ന ആളാണ്. എനിക്ക് ജാതിയും മതമൊന്നുമില്ല. ഞാൻ ജാതിപരമായി ചിന്തിക്കുന്ന ആളുമല്ല. ഞാൻ ഒരു ജാതിയുടെ ഭാഗമായി ഒരു ചടങ്ങിന് പങ്കെടുക്കുന്ന ആളുമല്ല. അത്രയും മനസ്സിലാക്കിയാൽ മതി. അതിപ്പോഴല്ല, അത് ഞാൻ 13ാമത്തെ വയസ്സ് മുതൽ അത് പാലിക്കുന്നതാണ് ഞാൻ. അത് എനിക്ക് അതിനോട് വിരോധമൊന്നുമില്ല. എനിക്ക് അതിനോട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, ആരാധനയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും SNDP മന്ദിരത്തിൽ പോകുന്നതും അമ്പലത്തിൽ ഞാൻ പോകുന്നതും മോസ്കിൽ പോകുന്നതും ക്രിസ്ത്യൻ പള്ളിയിൽ പോകുന്നതും ഒരേ മാനസികാവസ്ഥയിലാണ്. എനിക്ക് അവിടെ നിന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ആരാധനാലയങ്ങളെല്ലാം ഞാൻ പോകും, പ്രസംഗിക്കും. എൻ്റെ ചെങ്ങന്നൂരുകാർക്ക്, ചെങ്ങന്നൂർ നാട്ടുകാർക്ക് ഒരാൾക്കും ഞാൻ ഏതെങ്കിലും മതത്തിൻ്റെ ഭാഗമാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അവർക്കത് വിശ്വസിക്കാനും പറ്റില്ല. ഇനി ആരെങ്കിലും പറയുക സജി ചെറിയ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ പറയും അങ്ങനല്ല, ഞങ്ങളുടെ മതത്തിൽ പെട്ടാന്ന് പറയും. പേര് മതമാണ് അവർക്ക് തന്നെ സംശയം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മക്കളുടെ പേര് തന്നെ സാർ അങ്ങനെയായിട്ട്. എൻ്റെ 3 മക്കളുടെയും പേരിടുമ്പോൾ ഞാൻ ഇട്ടത് ഒന്ന് നിത്യ, ഒന്ന് ദൃശ്യ, ഒന്ന് ശ്രവ്യ. സാറിന് ആ ജാതി പറയാം. പിന്നെ ചെറിയാനൊക്കെ ചേർത്ത് പിന്നെ സ്കൂളിൽ ചേർത്തപ്പോൾ ചിലപ്പം നമ്മുടെ താല്പര്യം നോക്കിയിട്ടായിരിക്കും. അപ്പം അവിടെ നിത്യ എന്ന് പറയുന്നതും ദൃശ്യ എന്ന് പറയുന്നത് ശ്രവ്യ എന്ന് പറഞ്ഞതും ഞാനും എൻ്റെ വൈഫും ഞാൻ അവളോടൊരു കാര്യം പറഞ്ഞു, എടി ഈ പേര് കേട്ടാൽ ഒരു ജാതിയുടെ സ്വഭാവം വരരുത്. ഇത് ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ ഹിന്ദു ആണോ ആരും തിരിച്ചറിയരുത്. ആ 3 പേരും അങ്ങനെ ഇട്ടത്. ആ പലരും എന്നോട് ചോദിച്ചു. ഞാൻ ഇപ്പം ആദ്യമായിട്ട് അങ്ങയുടെ മുമ്പിൽ പറയുക. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം സാർ. അവിടെ എന്തുകൊണ്ടാണ് വത്സര അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ നെയിം അൽഫോൻസ ചെറിയാൻ എന്താ അൽഫോൻസ ചെറിയാൻ എന്നിട്ടാൽ ഒരു ക്രിസ്ത്യൻ നെയിമാണെന്ന് തോന്നുന്നില്ലേ? സാറിന് ഈ പറഞ്ഞ 3 പേരിൽ ഏതെങ്കിലും ഒരു ജാതി സാറിന് പറയാമോ?
അപ്പം അതൊക്കെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഒരു എൻ്റെ അപ്പൻ അങ്ങനെ എന്നെ പഠിപ്പിച്ചു, എൻ്റെ അമ്മ എന്നെ അങ്ങനെ പഠിപ്പിച്ചു. വളരെ ഒരു ഫിലോസഫിക്കൽ ലൈനും പ്രിൻസിപ്പിളും എന്നും തുടരുന്നുണ്ട്. ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുബന്ധമുണ്ട്. നമുക്ക് നമ്മുടെ സഹോദരങ്ങളായിട്ട് എല്ലാവരും കാണുന്നുണ്ട്. നമുക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു ഇത് നമ്മൾ മനുഷ്യരല്ലേ. ഞാൻ അതിനപ്പുറത്തേക്കൊന്നും അത് കാണാറില്ല. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം. എൻ്റെ വീട്ടിൽ വന്നാൽ സാർ ഒരു ഞായറാഴ്ച ദിവസം വന്നാൽ അവിടെ നടക്കുന്ന കാര്യമാണ്. ആർക്ക് വേണ്ടും വരാം, ആർക്ക് വേണ്ടും കയറാം. എൻ്റെ കുടുംബക്കാരോട് ആർക്ക് വേണ്ടി സംസാരിക്കാം. അതൊന്നും നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. അതൊരു പ്രത്യേക ജാതി അത് നമ്മളങ്ങനെ അനുവർത്തിക്കണം. നമ്മളങ്ങനെ ജീവിതത്തിൽ നമുക്ക് കുറച്ചെങ്കിലും എല്ലാം നമുക്ക് അങ്ങനെ ആകുമെന്ന് ഞാൻ പറയുന്നില്ല. ഞാനങ്ങനെ പരിപൂർണമായി ഒരു ദൈവദൂതനാണെന്നുള്ള അഭിപ്രായം തന്നെ പറയും. പക്ഷെ കുറച്ചെങ്കിലും നമ്മളത് കാണിച്ചു കൊടുക്കണം. അതെ അതെ, നമ്മൾ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ്. കമ്മ്യൂണിസം പറഞ്ഞാൽ പോരാ, ജീവിതത്തിൽ കുറച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത് അതിൻ്റെ ഭാഗമാക്കി കൊണ്ടുപോകാൻ ആഗ്രഹിക്കണം. അങ്ങനെ ഒരാഗ്രഹത്തിൻ്റെ ഭാഗം മാത്രമല്ല, ഞാനങ്ങ് വിശ്വമാനവീയനാണെന്നുള്ള ധാരണയൊന്നുമില്ല. അങ്ങനെ ആളുമല്ല ഞാൻ, ഒരു പച്ചയായ മനുഷ്യനാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് കോവളത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ബ്ലൂ ടൈഡ്സ് എന്ന് പറഞ്ഞൊരു മറൈൻ കോൺക്ലേവ് ബ്ലൂ എക്കണോമിയുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്നു. അതുകൊണ്ട് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ മത്സ്യമേഖലയ്ക്ക് എന്ത് പ്രയോജനമായിരിക്കും കിട്ടുക? സാർ, അത് ഭയങ്കരമായ ഒരു കോൺക്ലേവ് ആയിരുന്നു. നമ്മൾ സത്യത്തിൽ കേരള കൗമുദി അതിന് എഡിറ്റോറിയൽ എഴുതി നല്ല പിന്തുണ നൽകി. അത് സംഭവിച്ചാൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ 19 രാജ്യങ്ങളുടെ അംബാസഡേഴ്സ് തലവന്മാർ വരുന്ന ഒരു കോൺക്ലേവ് ആദ്യമായിട്ടാണ്. ഒരു കൊച്ചു വകുപ്പാണ് നടത്തിയത്. ഫിഷറീസ് എന്ന് പറയുന്നത് വലിയൊരു വാസ്റ്റ് വകുപ്പ് എന്നല്ല, കൊച്ചു വകുപ്പ്. ആ വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ അവരെ ഡൽഹിയിൽ പോയി ക്ഷണിച്ചു. ഞാൻ ഫ്രാൻസിൽ പോയി അവരെ കണ്ടു. കേരളത്തിലെ ഫിഷറീസ് സെക്ടറിൻ്റെ നിലവിലെ അവസ്ഥയും സാധ്യതകളും ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ വരാം, നമുക്ക് ചർച്ച ചെയ്യാം. ഒരു ഡേറ്റ് തന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കേന്ദ്ര ഗവൺമെൻറ് ഞാൻ സമീപിച്ചു. അവരെല്ലാം അംഗീകാരം തന്നു. നല്ല രൂപത്തിൽ സെൻട്രൽ സ്റ്റേറ്റും കൂടി ചേർന്ന് ആ പരിപാടി ഇവിടെ നടത്തി. സാർ, എന്താ നമ്മുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആവശ്യങ്ങൾ അനന്തമാണ്, ധാരാളമാണ്. പക്ഷെ നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. കേരളം 600 കിലോമീറ്ററാണ് കേരളത്തിൻ്റെ തീരം. സാർ, കേരളത്തിൻ്റെ മൊത്തം നീളത്തിനനുസരിച്ച് കടലുമുണ്ട്. കേരളത്തിൽ 65% വെള്ളക്കെട്ടാണ്, ഉൾനാടൻ മേഖല. അപ്പോൾ കേരളം യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ബഹുഭൂരിപക്ഷം 50% കൂടുതൽ ജലാശയങ്ങളുള്ള ജലസ്രോതസ്സുകളുള്ള ഒരു നാട്ടിൽ ആ നാടിൻ്റെ സമ്പദ്ഘടന കൊണ്ട് മാത്രം ഫിഷർമാൻ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. നമുക്ക് കിട്ടുന്നൊരു പ്ലാൻ ഫണ്ടോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അഡീഷണൽ സഹായം കൊണ്ടൊന്നും നിൽക്കില്ല. എന്നാൽ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു. പ്രത്യേകിച്ച് കിഫ്ബി വഴി മറ്റ് സ്കീമുകൾ വഴി ഒരുപാട് സഹായങ്ങൾ കേരളത്തിൽ ചെയ്തു. മാറ്റം വലിയ രൂപത്തിൽ വന്നു. പുനർഗേഹം പദ്ധതി വന്നു. 10-15,000 വീടുകൾ പണിത് കൊടുത്തു. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസം വലിയ മാറ്റം വന്നിരിക്കുന്നത്. എഡ്യൂക്കേഷൻ വലിയ മാറ്റം. ചരിത്രത്തിൽ ആദ്യമായി സാർ, ഇപ്പോൾ ഈ വർഷം തന്നെ നമ്മൾ പരിശീലിപ്പിച്ചതിന് പോകുമ്പോൾ 26 പേര് ഡോക്ടർമാരായി. ഈ വർഷം മാത്രം ഫ്രീയാണ്. അവർക്കെല്ലാം ഫ്രീ ആയിട്ട് പഠിപ്പിക്കുകയാണ്. ഒരു പൈസ വിദ്യാഭ്യാസം കൊടുക്കണ്ട. ഈ കോൺക്ലേവിലൂടെ 7,000 കോടിയോടെ പദ്ധതി അത് അവിടെ വന്ന 28 ആളുകൾ ഒപ്പുവെച്ചു. വിവിധ സെക്ടറുകളിലായിട്ട് അവർ പൈസ മുടക്കാം. അത് കേരളത്തിലെ പിന്നെ ഇൻവെസ്റ്റേഴ്സ് മാത്രം. കേരളത്തിലെ മത്സ്യത്തൊഴിലാളിക്ക് അല്ലെങ്കിൽ മത്സ്യമേഖലയ്ക്ക് എങ്ങനെ വേറെ ആർക്കാ? ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. അവരോട് പറഞ്ഞ ഒരുപാട് സ്ഥാപനങ്ങൾ പിന്നെ തുടങ്ങുന്നതിനെ പറ്റി ചർച്ച ചെയ്തു. ഞങ്ങളിപ്പോൾ 1000 കടൽ പിന്നെ ഹോട്ടലുണ്ടല്ലോ, കഫേ, ഒരു പേര് ഞങ്ങൾ ഇട്ടു, ബ്രാൻഡ് 1000 കടൽ കഫേ കേരളത്തിന് പുറത്തുമായിട്ട് തുറക്കണം, ഒരു ബ്രാൻഡ് നെയിമിൽ. പലരും സഹകരിക്കാൻ തയ്യാറാണ്. ഒരു 50 ലക്ഷമോ 25 ലക്ഷമോ അല്ലെങ്കിൽ 1 കോടിയോ മുടക്കി അത് തുടങ്ങാൻ തയ്യാറാണ്. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരും. നമ്മളൊരു ഒരു ബ്രാൻഡിൽ അത് തുടങ്ങുക. ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ വന്നപ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പലർക്കും താല്പര്യമുണ്ട്. ഒരുപാട് പുതിയ അപ്പോൾ ഇവർക്കെല്ലാം ജോലി കിട്ടും. ഫിഷർമാൻ സൊസൈറ്റിക്ക് ഇപ്പോൾ പുതിയ ഹാർബറുകൾ വരുന്നു, അല്ലെ ഫിഷ് ലാൻഡിങ് സെൻ്ററുകൾ വരുന്നു. ഈ കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുന്നതിൽ കുറച്ചുകൂടെ ഒരു മെച്ചപ്പെട്ട രീതി വേണമെന്നൊരാവശ്യം മത്സ്യത്തൊഴിലാളികളുടെ നിന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വെച്ച് കുറച്ചുകൂടി ശാസ്ത്രീയമാക്കിയാൽ, അല്ലെങ്കിൽ ഈ പല ദിവസം ഇവരെ കൊടുക്കുന്ന മുന്നറിയിപ്പ് വെച്ച് ഇപ്പോൾ കടലിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെന്ന് ഒരു വിമർശനമുണ്ട്. അത് ശരിയാണ്. ഇപ്പോൾ AI കാലമാണല്ലോ. ഇപ്പം നമ്മൾ ഇവർക്ക് കടലിൽ 12 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞ് ഇവർ ഒരുപാട് ഉള്ളിൽ പോയിട്ടാണ് ഫിഷിങ് പോകുന്നത്. പലപ്പോഴും അവിടെ ചെല്ലുന്ന ആളുകൾക്ക് അവിടുന്ന് ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടോ ബന്ധപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള സാങ്കേതിക പ്രശ്നമുണ്ട്. ഈ യൂറോപ്യൻ യൂണിയൻ ചർച്ചയിൽ ഞങ്ങൾ അവരോട് വെച്ച ഒരു പ്രധാന പ്രശ്നം, നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് തരിക, നമുക്ക് ആറ്റം ബോംബൊന്നും തരണ്ട. നിങ്ങൾ ഫിഷർമാൻ സൊസൈറ്റിക്ക് ലോകത്ത് കണ്ടുപിടിച്ച കാര്യങ്ങൾ ഇങ്ങോട്ട് തരിക, ഞങ്ങൾ കണ്ടുപിടിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് തരാം.
ഞങ്ങളുടെ കയ്യിലുള്ളത്. അപ്പം ഇറ്റലിയുടെ അംബാസിഡർ രസകരമായ ഒരു അഭിപ്രായം പറഞ്ഞു. ഇവർ പൈലറ്റായി വന്നപ്പോൾ ഇവർക്ക് സൈറ്റ് വിസിറ്റ് പോകണം. അപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം, പരമ്പരാഗത ശൈലിയിലുള്ള മത്സ്യബന്ധനം ഒരു സ്ഥലം. അപ്പോൾ നേരെ ഈ കോളത്തിനടുത്ത് അങ്ങനെ പരമ്പരാഗത ശൈലി മത്സ്യം പിടിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇറ്റലിയുടെ അംബാസിഡർ ഞെട്ടി നിൽക്കുക. ഇവരെല്ലാം ഞെട്ടി, കാരണം അവരിത് കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് പത്രത്തിലൊക്കെ ഒരു റൈറ്റപ്പായിട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു ഇത് ലോകത്ത് ഇതുപോലെ കണ്ടിട്ടില്ല, ഞങ്ങളുടെ രാജ്യത്തൊന്നും. അപ്പോൾ ലോകം മാറി, ടെക്നോളജി മാറി. ഈ ടെക്നോളജി ഇപ്പോഴും നമുക്കിവിടെ ആയിട്ടില്ല. ഒരു മീൻ എവിടെ കൂട്ടത്തോടുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ പോയി മീൻ പിടിക്കാൻ കഴിയുന്ന ആധുനികമായ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ സംവിധാനങ്ങൾ ലോകത്തുണ്ട്. പക്ഷേ അത് ഇങ്ങോട്ടായിട്ടില്ല. അത് കേരളത്തിൽ ആയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെങ്ങും ആയിട്ടില്ല. എന്ന് വെച്ചാൽ കേരളത്തിലേക്ക് അത് കൊണ്ടുവരണം. യൂറോപ്യൻ യൂണിയൻ്റെ ചർച്ച ഞങ്ങൾ പറഞ്ഞെന്താ, നിങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഞങ്ങൾക്ക് തരിക, ഞങ്ങളിവിടെ അത് നടത്തട്ടെ. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഉണ്ട് കുഫൂസ്, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുമായിട്ട് ഇരിക്കാം. ഞങ്ങളുടെ കുട്ടികൾ അങ്ങോട്ട് വരട്ടെ, ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കും, നിങ്ങളുടെ കുട്ടികൾ ഇങ്ങോട്ട് വരട്ടെ, ഞങ്ങളുടെ പിന്നെ വിദ്യാഭ്യാസ രീതി ഞങ്ങൾ അവർ പഠിക്കട്ടെ, നമ്മുടെ ആശയങ്ങൾ കൈമാറുക, ടെക്നോളജി കൈമാറുക, ഇത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ ചർച്ചയ്ക്ക് വന്നു. സാർ എന്തായാലും അതൊരു വൻ വിജയമായി മാറി. സാർ 101% വിജയമാണെന്ന് മാത്രമല്ല, ഞങ്ങളത് തുടർച്ചയായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് നിർദ്ദേശം കഴിഞ്ഞു. ഞങ്ങൾ ഓരോ വകുപ്പ് അടിസ്ഥാനത്തിലുള്ള കമ്മിറ്റികൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ്റെ ചീഫുമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചു. ഡൽഹിയിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ഇൻവെസ്റ്റേഴ്സിനെ അവർ വിളിക്കാമെന്ന് പറഞ്ഞു. ഡൽഹിയിൽ വിളിക്കുക, കേരളത്തിൻ്റെ ഇതെല്ലാം പ്രസൻറ്റ് ചെയ്യുക. പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ പെർമിഷൻ വേണം. ആ പെർമിഷൻ കൂടെ മേടിച്ചുകൊണ്ട് DPR തയ്യാറാക്കി നമ്മൾ അവരുമായിട്ടെല്ലാം തുടർച്ചയായി ചർച്ച നടത്തും. സാർ, ഈ കാര്യത്തിൽ കേരളത്തിന് നല്ല പ്രയോജനം ലഭിക്കുമെന്നുള്ള വിശ്വാസമാണ്. പക്ഷേ ഫോളോ അപ്പ് ചെയ്യണം, നിരന്തരമായ ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദോഷമൊന്നും വരാനില്ല. എന്തായാലും നമുക്ക് കുറച്ച് ഗുണകരമായ കാര്യങ്ങൾ സാർ ഞങ്ങളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഈ സെയിലിംഗ് എന്ന് പറഞ്ഞൊരു വിദ്യാഭ്യാസമുണ്ട്, രീതിയുണ്ട്. അത് ഈ മറ്റേ കൊതുമ്പ് വള്ളം കളി, മറ്റേ ഈ കാറ്റടിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന വള്ളം, അതിൻ്റെ പരിശീലനം, അതിൻ്റെ ഒരു ടൂറിസം ഈ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. വൻ പൈസയുണ്ട്. ഞാൻ അവിടെ ഷാർഫീൽഡിൽ നിന്നൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ 4000 ബോട്ടാണ് കിടക്കുന്നത് ഇതിനുവേണ്ടി മാത്രം. അപ്പോൾ അതിൻ്റെ ഒരു സ്കൂൾ ഇവിടെ തുടങ്ങണം, അതിൻ്റെ ടെക്നോളജി തരാം അവർ സമ്മതിച്ചു. ശരി. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണാത്ത ഒരുപാട് ടൂറിസം പ്രോജക്റ്റുകളുണ്ട്, ഒരുപാട് ടെക്നോളജി അവിടെ ഉണ്ട്. അത് നമുക്ക് തരുന്നതിന് അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അവർ വികസിത രാജ്യം എന്നുള്ളതിന് അവർ ഈ ടെക്നോളജി. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിവിടെ ബോട്ട് നിർമ്മാണശാലയില്ല, നമുക്ക് കപ്പൽ നിർമ്മാണശാലയുണ്ട്, പക്ഷേ നമുക്ക് ബോട്ട് നിർമ്മാണശാലയില്ല. ആയിരക്കണക്കിന് ബോട്ട് സാർ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച് മറ്റു പല ഭാഗത്തു നിന്ന് കൊണ്ടുവന്ന് വിതരണം ചെയ്യും. എന്തായാലും ഇതൊരു വഴിത്തിരിവായി മാറും. സാർ, ഒരു കാര്യം ഞാൻ പറയാം, ഇന്ത്യക്കൊരു വാതായന തുറന്നത് വെറും കേരളം മാത്രമല്ല. അത് ഇന്ത്യയിലെ ഫിഷറീസ് മന്ത്രി സഹമന്ത്രി വന്നല്ലോ, അവർ പറഞ്ഞല്ലോ. ഇന്നിപ്പോൾ അമേരിക്ക എടുത്തിരിക്കുന്ന ആറ്റിറ്റ്യൂഡിന് ഒരു ശക്തമായ തിരിച്ചടി കൊടുക്കാൻ പറ്റുന്ന ഒരു പുതിയ വാതിൽ തുറന്നിരിക്കുകയാണ്. അത് കേരളം ഫിഷറീസ് വകുപ്പ് തുറന്നു കൊടുത്തു എന്നുള്ളതാണ് വസ്തുത. ഞാൻ മനസ്സിലാക്കിയിടത്തോളം താങ്കളുടെ പ്രധാന മന്ത്രിസഭയിലെ ഉത്തരവാദിത്വം പാർട്ടിയുടെ ഉത്തരവാദിത്വം. അത് കഴിഞ്ഞാൽ താങ്കൾക്കുള്ള അവശേഷിക്കുന്ന പൂർണ്ണ സമയവും പാലിയേറ്റീവ് കെയർ ചെങ്ങന്നൂർ അവിടെ വിനിയോഗിക്കുകയല്ലേ? പൂർണ്ണസമയം പാലിയേറ്റീവിനും മണ്ഡലത്തിലും. ഈ 2 ചുമതല കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ ചുമതല എന്നെ കൊണ്ട് ഞാൻ ഭംഗിയായി നിർവഹിക്കുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്നെ ഏൽപ്പിച്ച ചുമതലയൊക്കെ ചെയ്തിട്ടുണ്ട്. മന്ത്രി എന്നുള്ള നിലയിലും ഞാനൊരു പരാതി കിടവരുത്തിയിട്ടില്ല. ഏൽപ്പിച്ചത് സത്യസന്ധമായിട്ട് ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് അക്കാര്യത്തിലൊക്കെ എന്നെ വിശ്വാസമാണെന്ന് തോന്നുന്നു. പല ചുമതലകളും എന്നെ ആ കാര്യത്തോട് എന്നെ ഏൽപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ വിശ്വസത്തോടെ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഏൽപ്പിക്കുന്നതും എനിക്ക് ചെയ്യാവുന്നതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ ഇടപെടാറുണ്ട്. ഗവൺമെൻറ്റിന് നല്ല പേര് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. എന്നാൽ ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഞാൻ കാണുന്നത് എൻ്റെ പാലിയേറ്റീവ് പ്രവർത്തനം. അത് 11 വർഷമായി. അവിടെ എത്രത്തോളം? അത് കേരളത്തിലെ ഇപ്പോൾ ഏറ്റവും വലിയ പാലിയേറ്റീവാണ്. കേരളത്തിൽ എനിക്ക് ഒരു രാജ്യത്ത് തന്നെ എടുത്ത ഏറ്റവും വലിയ പാലിയേറ്റീവ്. കാരണം 5000-ഓളം രോഗികളെ ഞങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട്. അതിലൊരു 750 കിടപ്പ് രോഗികളാണ്. 14 വാഹനങ്ങളുണ്ട്, 50 സ്റ്റാഫുണ്ട്, 500-ഓളം വോളണ്ടിയേഴ്സുണ്ട്, 2000-ഓളം മെമ്പർമാരുണ്ട്, മെമ്പർഷിപ്പ് ഉള്ളവരുണ്ട്. അതൊരു നെറ്റ്വർക്കാണ്, ജീവകാരുണ്യം. നമുക്കൊരു കാര്യമുണ്ട്, പിന്നെ ഒറ്റയ്ക്കൊന്നും വിചാരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം, എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് കിട്ടിയൊരു അവസരങ്ങളും അംഗീകാരത്തെയും ഞാനതൊന്ന് പ്രയോജനപ്പെടുത്തിയെടുത്തു. ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് അങ്ങനെ ഞാനൊരു ചിന്തയിലേക്ക് വന്നത്. ജില്ലയിൽ മൊത്തം അങ്ങനെ മൂവ്മെൻറ്റ് ഉണ്ടാക്കി. ജില്ലയിൽ മൊത്തം പാർട്ടിയുടെ നേതൃത്വത്തിൽ 22 സൊസൈറ്റികളും അതിൻ്റെ അനുബന്ധമായിട്ട് വലിയൊരു നെറ്റ്വർക്കാണ് ഉണ്ടാക്കിയത്. കരുണ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ മാത്രമായിട്ട് പിന്നെ ആ സമയത്ത് ഞാൻ രൂപപ്പെടുത്തിയത് 177 വാർഡുകളായിട്ട്. നമുക്ക് ഏതാവശ്യത്തിനും കരുണയുടെ
ഇപ്പോൾ ഒരു ആംബുലൻസ് വേണം, അല്ലെങ്കിൽ പിന്നെ ഒരു മൊബൈൽ മോർച്ചറി വേണം, അല്ലെങ്കിൽ മരിച്ചാലൊന്ന് കത്തിച്ച് കളയാനുള്ള ഉപകരണം വേണം, അല്ലെങ്കിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ വേണം. നമുക്ക് എന്താ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പിന്നെ കട്ടിൽ വേണം, അല്ലെങ്കിൽ കിടക്ക വേണം, അല്ലെ നമുക്കൊരു നേഴ്സിങ്ങിൻ്റെ കെയർ കൊടുക്കേണ്ട ആവശ്യം വരും. ഇപ്പോൾ ഒരു ട്യൂബ് മാറണം, ഒരു രോഗി ഇത് മാറണമെങ്കിൽ ആംബുലൻസ് വിളിച്ച് ഒരു കിടപ്പ് രോഗി കൂടെ 2000-3000 രൂപ, ഇത് 10 പൈസ അറിവില്ലാതെ മാറി കൊടുക്കും. മറ്റേ ഈ മുടച്ചില് കാണും. എല്ലാ ദിവസവും എല്ലാവരും കൂടെ വീട്ടിൽ പോകാൻ പറ്റില്ലെങ്കിലും ഒരു 2 പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ഒരു ടീം നേഴ്സും ഡോക്ടറും ഒരു ടീമുണ്ട്. അവർ ആഴ്ചയിൽ 6 ദിവസവും അവർ ഫീൽഡിലാണ്. അവരിങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഗൗരവത്തിൽ പോകേണ്ട വീട്ടിൽ ആദ്യം കയറും. അല്ലാത്ത രോഗികളെ അല്ലാതെ പോയി കാണും. ഇപ്പം ഒരു ഹാർട്ട് പ്രോബ്ലം ഉള്ള രോഗി പെട്ടെന്ന് ഒരു അപകടം, ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടെല്ലാം കഴിഞ്ഞു, ക്യൂറാണ് എങ്കിലും നമ്മൾ സന്ദർശിക്കും. മെഡിസിനോ മറ്റ് സപ്പോർട്ടോ വേണമെങ്കിൽ സഹായിച്ചു കൊടുക്കും. അതൊരു വലിയ പ്രവർത്തനമാണത്. കാരണം മനുഷ്യനെ സഹായിക്കാനുള്ള ഒരു അത് നമ്മൾ ആദ്യം ആലോചിച്ചപ്പോൾ തന്നെ ഞങ്ങൾ 10 പേര് ചേർന്നാണ് ഇതിനൊരു രൂപ കൊടുത്തത്. ഓരോ ലക്ഷം രൂപ ഒരു മെമ്പർഷിപ്പ് ആക്കിയിട്ട് ഞങ്ങൾ 10 പേര് ഓരോ ലക്ഷം രൂപ ഇട്ടു. അങ്ങനെ തുടങ്ങി. ഇപ്പോൾ 2000 മെമ്പർമാരുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു മാസം ഞങ്ങൾക്ക് നല്ല തുക വേണം ഇതിൻ്റെ ചിലവിലൊക്കെ. ഞങ്ങൾ പൈസ ഒന്നും ഇങ്ങോട്ട് മേടിക്കത്തില്ല, ഫ്രീ ഓഫ് കോസ്റ്റാണ് ചെയ്യുന്നത്. അപ്പം വാടക മാത്രം ചില കാര്യങ്ങൾ മേടിക്കും. മൊബൈലിനോ അല്ലെങ്കിൽ മോർച്ചറിക്കോ അല്ലെങ്കിൽ ഓക്സിജൻ കോൺസെൻട്രേറ്ററിനോ അല്ലെങ്കിൽ നമ്മുടെ ആംബുലൻസ് സർവീസിനോ ഒക്കെ കുറച്ച് പൈസ മേടിക്കും. പിന്നെ ഞങ്ങൾക്ക് 1 കോടി രൂപ ചിലവ് മേടിച്ചുള്ള ഒരു പിന്നെ ഇതുണ്ട്, ലാബുണ്ട്. അപ്പോൾ ലാബിൻ്റെ വലിയൊരു സഹായം, ഒരു 100 രൂപ ചിലവായാൽ ഒരു 50 രൂപ 60 രൂപ കൂടി ഞങ്ങൾ മേടിക്കത്തില്ല. സ്വന്തമായി മെഡിക്കൽ സ്റ്റോറുണ്ട്. പിന്നെ 17 ഏക്കർ സ്ഥലം ഞങ്ങൾ മേടിച്ചു. അവിടെ ഇപ്പോൾ ഒരു പാലിയേറ്റീവ് സെൻറ്റർ പണിതുകൊണ്ടിരിക്കുന്നു, തീരാറായി. ഡിസംബറിൽ മുഖ്യമന്ത്രിയുടെ സമയം ഞാൻ നോക്കിയിരിക്കുകയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞാൽ ജനുവരി മാസത്തിൽ അതിൻ്റെ ഇനാഗറേഷൻ നടത്തണമെന്നുണ്ട്. ഒരു 100 ബെഡ് എങ്കിലും ആളുകളെ കൊണ്ടുവന്ന് ചികിത്സിക്കാൻ കഴിയുന്നൊരു കേന്ദ്രം. അവിടെ പുതിയ കുറേ പ്രൊജക്റ്റുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ അതിനൊക്കെ വരുന്നതുകൊണ്ട് ഒറ്റയടിക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും അതിന് കൂടുതൽ സമയം കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് ഒരുപാട് ആൾക്ക് പ്രയോജനം ഉണ്ടാകുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്, പെൻഷൻ സ്കീമുണ്ട്, ഭവന നിർമ്മാണമുണ്ട്. 63 വീട് വെച്ച് കൊടുത്തു. ഇപ്പോൾ ഒരു 38 ഫ്ലാറ്റിൻ്റെ പണി തുടങ്ങി. ഇപ്പോൾ ഒരു 3-4 വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കരുണ ഹോംസ് എന്നും പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. കരുണ പെൻഷൻ സ്കീമുണ്ട്, പിന്നെ കരുണ പിന്നെ കൃഷിയുണ്ട്, അഗ്രികൾച്ചറുണ്ട്. 2016 സ്റ്റേറ്റ് അവാർഡ് ഞങ്ങൾക്കായിരുന്നു മികച്ച കൃഷിക്ക്. അപ്പോൾ അതുണ്ട്, മത്സ്യകൃഷിയുണ്ട്. അങ്ങനെ പല മേഖലകളിലായി ഒരുപാട് വോളണ്ടിയർമാരുടെ സഹായത്തോട് നമ്മളതിൻ്റെ ഒരു നേതൃത്വം, ചെയർമാൻ എന്നുള്ള നിലയിൽ എല്ലാം നിൽക്കുന്നു. പക്ഷേ എങ്ങനെയായാലും മാസത്തിലൊരു 4-5-6 ദിവസം ഒരു 5-6 മണിക്കൂർ ഞാൻ അതിന് വേണ്ടി പൂർണ്ണമായിട്ട് മാറ്റി വെക്കും. അതിൻ്റെ കമ്മിറ്റികളും മീറ്റിങ്ങുകളും കൂടാനും അതിന് വേണ്ടി നിൽക്കും. കാരണം ഒരു നേതൃത്വം എന്നുള്ള നിലയിൽ നമ്മുടെ കൂടി സാന്നിധ്യത്തിൽ ചെയ്യുന്നതല്ലായിരിക്കും. പിന്നെ ആൾക്ക് വലിയ താല്പര്യമാണ്. കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവരും സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിൽ വളരെ നന്ദി, എല്ലാ ആശംസകളും. താങ്ക് യു സർ, താങ്ക് യു.